എല്ലാവർക്കും നമസ്കാരം. ഹൂറികളെ കിട്ടിബോധിച്ച വിവരം നാസ റിപ്പോർട്ട് ചെയ്തു. അത് സംബന്ധിച്ചിട്ടൊരു അപ്ഡേറ്റ് തരാനാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ആ വിഷയത്തിലേക്ക് നമുക്ക് നേരെ കടക്കാം. അധികം സമയം കളയാനില്ല. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊരു വലിയ ദുരന്തം നടന്നുകൊണ്ടിരിക്കുന്നൊരു സമയമായതുകൊണ്ട് തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയ തോതിലുള്ളൊരു ദുഃഖം അത് നമുക്കൊക്കെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വേളയായതുകൊണ്ട് കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞ് വേഗം നമുക്ക് ഈ ഒരു ലൈവ് അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാനിരുന്നതാണ് ഇന്ന്. പക്ഷേ ഇന്ന് ഇങ്ങനെ ഒരു വിഷയം വന്നതുകൊണ്ട് അത് നാളത്തേക്ക് നമ്മൾ മാറ്റുന്നു. ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പങ്കുവെക്കാനുണ്ട്. അത് പറയുന്നതിന് മുന്നേ നമ്മൾ നിലവിൽ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, കഴിയുന്നത്ര ആളുകൾ ആ ദുരന്തം കാണാൻ വേണ്ടിയിട്ട് അവിടേക്ക് ടൂർ പോകുന്നൊരു പരിപാടി വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് അറിയാൻ കഴിയുന്നതുകൊണ്ട് അത് കഴിയുന്ന ആളുകൾ ഒഴിവാക്കണം. അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നതിന് തടസ്സമുണ്ടാക്കുന്നത് അത് കഴിയുന്നതും നമ്മുടെ ഭാഗത്ത് നിന്ന് അതിനൊരു തടസ്സമുണ്ടാകുന്നത് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് തുടക്കത്തിൽ ഒന്ന് പറയുകയാണ്. അതുകൂടാതെ മറ്റ് തോതിലുള്ള സഹായങ്ങൾ അവിടെ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അഭ്യർത്ഥനകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് നിങ്ങളാലാവുന്ന രീതിയിൽ അതുമായിട്ട് നിങ്ങൾ കൈകോർക്കണം എന്നുകൂടി ഇവിടെ പറഞ്ഞു വെക്കുന്നു. നമ്മളാലാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വലിയ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ വഴി വരുന്നതായിരിക്കും. അതിൻ്റെ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ അത് ചെയ്തിട്ട് ബാക്കി കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ലൈക്കും ഷെയറും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. തുടർന്നും അതുണ്ടാകണം. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അതും നിങ്ങൾ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം. ഡൊണേഷൻസും കാര്യങ്ങളെല്ലാം അതിൻ്റെയൊക്കെ ഓപ്ഷൻസ് ഇവിടെ ഡിസ്ക്രിപ്ഷനിലുള്ളത് നിങ്ങൾ ഉപയോഗിക്കണമെന്നും കൂടി ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. നേരെ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഒക്ടോബർ 7 സംഭവിച്ചൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം. ഹമാസ് എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടന, ഗാസ 2006 മുതൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടന, അവർ ആ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്ന ഒരു ലക്ഷ്യം, റിവർ ടു സീ പാലസ്തീൻ വിൽ ബി ഫ്രീ എന്ന് പറയുന്ന ഒരു വംശഹത്യ സന്ദേശം അല്ലെങ്കിൽ ഒരു ജനോസൈഡൽ തോട്ട്, ഒരു മോട്ടോ, അത് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ തുടച്ചു നീക്കണം എന്ന ലക്ഷ്യം അവിടെ കൊണ്ടു നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു. അങ്ങനെ സമാധാനപൂർവ്വം നിലകൊള്ളേണ്ട ആ ഇരു രാജ്യങ്ങൾക്കിടയിൽ പ്രശ്നം നിരന്തരം വിതയ്ക്കുന്ന ഒരു കൂട്ടരായിട്ട് നിലകൊണ്ടിരുന്ന ഈ ഹമാസ്, അതിൻ്റെ നേതാക്കൾ, അതിൽപ്പെട്ടിട്ടുള്ള ഒരാൾ ഇന്ന് കൊല്ലപ്പെട്ടു. ഇസ്മായിൽ ഹനിയ എന്നാണ് ആളുടെ പേര്. ഇസ്രായേൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കൊല്ലപ്പെടാൻ അല്ലെങ്കിൽ കൊലപ്പെടുത്താൻ വക വരുത്താൻ വേണ്ടി ലിസ്റ്റ് ഇട്ടിട്ട് കൊണ്ടു നടക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഈ ഒക്ടോബർ 7 എന്ന് പറയുന്ന ആ വിഷയത്തിലേക്ക് കൊണ്ടെത്തിച്ചതും അതോടൊപ്പം തന്നെ അതിൽ പല തോതിലുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ഓർമ്മയുണ്ടാവും. മ്യൂസിക് ഫെസ്റ്റിവലിനകത്തേക്ക് ഇടിച്ച് കയറിക്കൊണ്ട് അവിടെ ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകപ്പെട്ട ഹോസ്റ്റേഴ്സായിട്ട് പിടിക്കപ്പെട്ട് ഇന്നും ഹമാസിൻ്റെ തടവറകളിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഭൂഗർഭ ടണലുകളിൽ അവിടെ പൂട്ടിയിടപ്പെട്ട് നിലയിലൊക്കെ കിടക്കുകയാണ് ആളുകൾ. അതിൽ പല ആളുകളും കൊല്ലപ്പെടുന്നു. പലരെയും റേപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കാഫിറുകളെ റേപ്പ് ചെയ്യാനുള്ള അനുവാദം ഇസ്ലാമിലുള്ളതുകൊണ്ട് അത് അവരവിടെ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നു. അങ്ങനെയെല്ലാം ചെയ്തുകൊണ്ട് പലരും ഇന്ന് ഗർഭിണിയാണ് എന്ന് വരെ അറിയാൻ കഴിയുന്നു. അങ്ങനെ പല തോതിലുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നു. എന്തായാലും ഇന്നും അതിനെക്കുറിച്ചിട്ടുള്ള ചർച്ച അത് എവിടെയും ഉയരുന്നില്ല എന്ന് മാത്രമല്ല, അവരെക്കുറിച്ചുള്ള ഒരു സംസാരം പറയുന്നത് പോലും, നിങ്ങളപ്പുറം ഹമാസിൻ്റെ പ്രശ്നം അവിടെ ഗാസയിലെ ആളുകൾ മരിച്ചു വീഴുമ്പോഴാണോ ഈ ഹോസ്റ്റേഴ്സിനെ കുറിച്ച് പറയുന്നത് എന്ന് വരെ ചോദിക്കുന്ന തരത്തിലുള്ള അശ്ലീലം ഇവിടെ പൊങ്ങി വരുന്ന ഒരു കാഴ്ച. അതായത് ഒക്ടോബർ 7 സംഭവിച്ച വിഷയം അതൊരു സംഭവമേ അല്ല, അതൊരു തീവ്രവാദ പ്രവർത്തനമേ അല്ല. അതിനെക്കുറിച്ച് ഒരു വാക്കുപോലും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിൽ, പാടില്ല എന്നുള്ള ഒരു തീട്ടൂരം കൂടി ഇറക്കി വെക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അതൊന്നും ഗൗനിക്കാതെ അവരുടെ ആ ലക്ഷ്യം, ആ പറയുന്ന ഹോസ്റ്റേഴ്സായിട്ട് പിടിച്ചുകൊണ്ട് പോകപ്പെട്ട ആളുകളെ തിരിച്ചു കൊണ്ടുവരിക എന്ന ആ ഒരു ലക്ഷ്യത്തിൽ അവരെ കൊണ്ടുവരാനെന്ന വണ്ണം അതിനുവേണ്ടി തന്നെ ഇറങ്ങിത്തിരിക്കുന്നു. അതിൻ്റെ ഓരോ പടിപടിയായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു വെക്കുന്നു. അതിലേറ്റവും പ്രധാനമാണ് പ്രിസിഷൻ അറ്റാക്ക് എന്ന് പറയുന്ന രീതിയിൽ ചറപറ ബോംബിട്ട് കൊല്ലുന്നതിന് പകരം ആളുകൾ എവിടെയാണോ അവിടെ കൊണ്ടുപോയി ബോംബിടുന്നു, അവിടെ കൊണ്ടുപോയി ആ തീവ്രവാദികളെ കൊന്നു തീർക്കുന്ന ഒരവസ്ഥ. അത് ചെയ്തുകൊണ്ട്, അത് മുൻകാലങ്ങളിലേ ഉള്ളതാണ്, അത് ഇവിടെ നടത്തുന്ന ഒരു രീതി. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ എന്തുകൊണ്ടാണ് ഹനിയ ഇതിനകത്ത് ഒരു വലിയൊരു പ്രശ്നക്കാരനായിട്ട് മാറുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. അതറിയാൻ വേണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒക്ടോബർ 7 ഈ ഗാസയിലുള്ള ആളുകൾ ഹമാസിൻ്റെ വക്താക്കളായിക്കൊണ്ടുള്ള ആളുകളും അതോടൊപ്പം സിവിലിയൻ ഡ്രസ്സിൽ ഹമാസിൻ്റെ പോരാളികളായി ചേർന്ന് അങ്ങനെ ഹമാസിൻ്റെ ആളുകളായി
മറ്റേ പറന്നിറങ്ങിയും അതുപോലെ നുഴഞ്ഞു കയറിയും ആ മ്യൂസിക് ഫെസ്റ്റിവലിന് ഇടയിലേക്ക് കയറിക്കൊണ്ട് തുരുതുര വെടിവെച്ച് കണ്ണിൽ കണ്ട ആളുകളെയൊക്കെ വെടിവെച്ചിട്ട് സിവിലിയൻസിനെ വെടിവെച്ചിട്ട് ആ ഒരു കാഴ്ച 1100-200 ആളുകളാണ് ഒറ്റ ദിവസം അവിടെ കൊല്ലപ്പെട്ടത്. കൂടാതെ പിടിച്ചുകൊണ്ട് പോകപ്പെട്ട ആളുകൾ വേറെ. പോകുന്ന സമയത്ത് ട്രക്കിലൊക്കെ ഇട്ട് അവരെ ചവിട്ടിക്കൂട്ടി അതിലേക്ക് തുപ്പി അല്ലാഹു അക്ബർ വിളിക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ കാഴ്ച ആ ഗാസയിലേക്ക് തിരിച്ച് അവരെ കൊണ്ടുവരുന്ന കാഴ്ച. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ഗാസൻസ് അവർ ഹമാസിൻ്റെ സപ്പോർട്ടേഴ്സായിട്ടുള്ള ആളുകൾ അവിടെ അതിന് വലിയ തോതിൽ കൈകൊട്ടി അതിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന ഒരു കാഴ്ച. അത് ടി വിയിൽ കാണുന്ന സമയത്ത് എന്താണ് നമ്മളെ ഹനിയ ചെയ്യുന്നതെന്നുള്ളത് നമുക്കൊന്ന് കാണാം. അപ്പോൾ നിങ്ങൾക്കൊരു ഏകദേശ ധാരണ കിട്ടും ആരാണ് ഈ ഹനിയ എന്നുള്ളത്. അത് ഒന്നിവിടെ കണ്ടോളൂ. ഇന്റർനാഷണൽ മുക്കാൽ മീഡിയ ആണ്. അള്ളാഹുവിന് സ്തുതി. സുജൂദ്. الله أكبر. الحمد لله. കണ്ടല്ലോ. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അതായത് ഒരു യുദ്ധത്തിന് പുറപ്പെട്ട ആളുകളാണ് എന്നാണ് അവർ സ്വയം പറയുന്ന ഒരു കാര്യം. അവർ സ്വാതന്ത്ര്യ സമര പോരാളികളാണെന്നൊക്കെയാണ് അവർ സ്വയം വിളിക്കുന്നത്. എന്തായാലും അവർ ചെയ്ത കാര്യം എന്താണ്? അപ്പുറത്ത് പോയിട്ട് മ്യൂസിക് ഫെസ്റ്റിവലിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അവിടെ ആടിയും പാടിയും ആഘോഷത്തിൽ മുഴുകിയിരിക്കുന്ന ആളുകൾ, അവരെ കൊണ്ടുപോയി വെടിവെച്ചിടുന്നു. സൈന്യത്തിനല്ല വെടിവെച്ചിരിക്കുന്നത്, പട്ടാള ക്യാമ്പിന് നേരെയല്ല വെടിവെച്ചത്. ഒരു തരത്തിലും ആയുധമേന്തിയ ഒരാൾ പോലും അവിടെ ഇല്ല എന്നിരിക്കെ അതിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ഇതേപോലെ അറ്റാക്ക് നടത്തിയ, തീവ്രവാദ പ്രവർത്തനം നടത്തിയ ആ കാഴ്ച. അതുമാത്രമല്ല, അതിൽ നിന്നും പിടിക്കപ്പെട്ട ആളുകൾ, പ്രത്യേകിച്ച് സ്ത്രീകളെയൊക്കെ തിരിച്ച് അവരുടെ നാട്ടിലേക്ക്, ആ ഗാസയിലേക്ക്, സൈഡിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അത് ടി വിയിൽ കണ്ട് അവിടെ ആ ഒരു ആഘോഷം കാണുമ്പോൾ അവിടെ അള്ളാഹുവിന് സ്തുതി പറയുന്ന കാഴ്ചയാണ് കണ്ടത്. ഈ സുജൂദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ, പരീക്ഷയിലൊക്കെ ജയിച്ചാൽ ഞാനൊക്കെ കുറേ സുജൂദ് ചെയ്തിട്ടുള്ളതാണ്. 10ാം ക്ലാസ്സിലെ പരീക്ഷ, അതിൻ്റെ മാർക്ക് കിട്ടിയപ്പോൾ വലിയ തോതിൽ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ വിജയം എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ സുജൂദ് ചെയ്തു. കാരണം അങ്ങനെ സുജൂദ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇസ്ലാമിലുണ്ട്. എന്ന് വെച്ചാൽ അള്ളാഹുവിനുള്ളൊരു പരമമായ ഒരു സബ്മിഷൻ്റെ ഒരു കാര്യം. അതുകൂടാതെ ആ സുജൂദിൽ നമ്മൾ പറയുന്ന കാര്യം അത് പടച്ചവന് ഭയങ്കര ഇഷ്ടമാണെന്നാണ് ഇസ്ലാമിൽ പഠിപ്പിക്കുന്നത്. ഇത് നമ്മൾ ചെയ്യാറുള്ള കാര്യമാണ്. അതാണ് ഇവിടെ നമ്മൾ കണ്ടത്. അത്രയും വലിയ സന്തോഷം, ആ ഒരു കൃതജ്ഞത അത് അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ മൂട് പൊക്കി സുജൂദ് ചെയ്തതാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. ഇത് നിങ്ങളെ മനസ്സിൽ ഉണ്ടാകണം. അതായത് ഈ സംഗതി ചെയ്യുമ്പോൾ എന്തായിരിക്കും അവരുടെ മനസ്സിൽ പോയിട്ടുണ്ടാവുക? ഒരിക്കൽ പോലും ഇത് സിവിലിയൻസിന് നേരെ ഉള്ളൊരു പ്രശ്നമാണെന്ന് അവർക്ക് തോന്നിയിട്ടില്ല. അത് കുട്ടികളെ കൊന്നൊടുക്കിയതിനെക്കുറിച്ച് അവർക്ക് ചിന്തയില്ല. സാധാരണ സ്ത്രീകളെ അവരെ വെടിവെച്ചിട്ടതോ അവരെ ബലാത്സംഗം ചെയ്തതോ അവരെ പിടിച്ചുകൊണ്ട് വരുന്നതോ അതിലൊരു പ്രശ്നം അവർക്ക് തോന്നിയിട്ടില്ല. ഇതിലെല്ലാം അല്ലാഹു അക്ബർ പറയാൻ അവർക്ക് സാധിക്കുന്നു, അൽഫഹം വെന്തില്ല എന്ന് പറയാനും അവർക്ക് സാധിക്കുന്നു. ഇതാണ് അവിടെ സാധിക്കുന്നത്. എന്തുകൊണ്ടാണത് അങ്ങനെ കഴിയുന്നത്? കാരണം ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ചെയ്യാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കാഴ്ച, ഞാൻ എൻ്റെ പിന്നിൽ ഇവിടെ ഒരു ഇസ്രായേലിൻ്റെ കൊടി വെച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച നിങ്ങൾ പല ആളുകളും ചോദിക്കാറുണ്ട്, എന്തിനാണ് അത് വെക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ കാരണം. ഈ സംഗതിയെ, ഈ തെണ്ടിത്തരത്തെ, ഇതുപോലുള്ള കാര്യങ്ങളെ പച്ചയ്ക്ക് നമുക്ക് തള്ളി പറയാൻ നമുക്ക് സാധിക്കണം. ഒരു ശങ്കയ്ക്കും ഇടയില്ലാത്ത രീതിയിൽ അത് പറയാൻ സാധിക്കണം. ഇസ്രായേലിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ ശരിയുണ്ടോ എന്ന് നോക്കിയിട്ട് അതിനെ തമ്മിൽ തുലനം ചെയ്തിട്ട് ഇവിടെ അങ്ങനെ ഒരു കമ്പാരിസൺ നടത്താൻ പോലും ഒരു വകുപ്പ് ഇവിടെ ഇല്ല എന്നിരിക്കെ, യുദ്ധത്തിൽ ആക്രമിക്കപ്പെടുന്ന സമയത്ത് തിരിച്ച് അതിനുള്ള മറുപടികൾ ഏറ്റവും മാന്യമായ രീതിയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് വരുമ്പോൾ, അവിടെ കുട്ടികൾ മരിക്കുന്നില്ലേ, അവിടെ സ്ത്രീകൾ മരിക്കുന്നില്ല എന്ന ചോദ്യവുമായിട്ട് ഊളത്തരവുമായിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ഒന്നും പറയാനില്ല. കാരണം നിങ്ങൾ ഒക്ടോബർ 7 കാണിച്ചത് ഈ തന്തയില്ലായ്മയാണ്. ഇത് തന്നെയാണ് നിങ്ങൾ അവിടെ ഒക്ടോബർ 7 കാണിച്ചത്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന കാഴ്ചയാണ് ഇങ്ങ് കേരളത്തിലുള്ള മുസ്ലിങ്ങൾ പോലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ കോയ കോളിങ്ങിലൊക്കെ പല ആളുകളും നമ്മളെ വിളിക്കും. എന്നിട്ട് അവർ RSSനെ തല്ലാൻ ഒരു ശ്വാസത്തിൽ 10 തവണ വേണമെങ്കിൽ അവർ RSSനെ തള്ളി പറയും, അത് തീവ്രവാദ സംഘടനയാണെന്ന് പറയും. ഒരു തവണ അല്ലെങ്കിൽ പോട്ടെ ഒരു 1/4 തവണ 3/4 തവണ അത് ഹമാസ് ഒരു തീവ്രവാദ സംഘടനയാണ്, ഒക്ടോബർ 7 സംഭവിച്ചതൊരു മോശം കാര്യമാണ് എന്ന് സമ്മതിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ല.
ഇതാണ് അതിൻ്റെ പ്രശ്നം, ഇതാണ് ആ വ്യത്യാസം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ചില കാര്യങ്ങൾ ക്ലിയറായിട്ട് പറഞ്ഞു പോകാതെ നിവൃത്തിയില്ല. ഒക്ടോബർ 7 നമ്മൾ കണ്ടത് ഈ ആഹ്ലാദ പ്രകടനം തന്നെയാണ്. ഇത് ഏതെങ്കിലും ഒരു ഗാസയിൽ മാത്രം ഒതുങ്ങി നിന്നതല്ല. ഇതിൻ്റെ ബാക്കി പത്രമായിക്കൊണ്ട് ഇങ്ങ് കേരളത്തിലടക്കം നമ്മൾ കണ്ടു, ലോകത്തെ പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടു, യൂറോപ്പിലും അമേരിക്കയിലടക്കം പല സ്ഥലങ്ങളിലും ഇത്തരം ആഹ്ലാദ പ്രകടനങ്ങൾ അക്രമാസക്തമാകുന്നതും അതാത് രാജ്യങ്ങളിലെ കൊടികൾ പോലും കത്തിച്ചുകൊണ്ട് അവരുടെ തരത്തിലുള്ള വളരെ പ്രാകൃതമായ വളരെയധികം അഗ്രസീവായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ച് വയലൻസ് അടക്കം പുറത്ത് എടുക്കുന്നതും, ജൂതന്മാരായിട്ടുള്ള സാധാരണ ഇതിലൊന്നും ഒരു പങ്കുമില്ലാത്ത ആളുകൾ നടന്നു പോകുമ്പോൾ അവരെ വഴിയിൽ തടഞ്ഞു നിർത്തിയിട്ട് സയനിസ്റ്റ് എന്ന് വിളിച്ച് അവനെ തല്ലാനും അവനെ പെരുമാറാനും തുടങ്ങുന്നത് വരെ നമ്മളിവിടെ കണ്ടു. ലോകത്ത് ഈ പറയുന്ന ആൻറ്റി സെമിറ്റിസം എന്ന് പറയുന്ന വിഷയം വലിയ തോതിൽ കത്തിപ്പടർന്നു. ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? ലോകം മുഴുവൻ ആൻറ്റി സെമിറ്റിസം പടർന്നു പിടിക്കുന്നത് മാത്രമല്ല, അതൊരു വലിയ ചർച്ചാ വിഷയമായപ്പോൾ ഇന്ന് അതിൻ്റെ ബേസിസിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങിയ എല്ലാ മുസ്ലിങ്ങളെയും എല്ലാ മുസ്ലിം സംഘടനകളെയും അത് പ്രസംഗിച്ച ഓരോ മുസ്ലിം പള്ളികളും അവിടെ ബാൻ ചെയ്യപ്പെടുന്നു, തല്ലിപ്പൊളിക്കപ്പെടുന്നു, അവരെ നാട് കടത്തപ്പെടുന്ന ഒരവസ്ഥ. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിഷയം തുടങ്ങിയെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഈ ഇസ്രായേൽ ഹമാസ് വിഷയം ഇത് ലോകത്ത് വലിയ തോതിലുള്ള മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു വികാരം ഇവിടെ ഉണ്ടാക്കും. ഈ ആൻറ്റി സെമിറ്റിസത്തിന് മുസ്ലിങ്ങൾ ഇവിടെ കോപ്പ് കൂട്ടുമ്പോൾ ഇത്ര നാളും ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞ് നിലവിളിച്ചിരുന്ന ആളുകൾ, നടുറോട്ടിൽ മൂട് പൊക്കിക്കിടന്ന് നിലവിളിച്ചിരുന്ന ആളുകൾക്ക് അവരുടെ വാക്കുകൾക്ക് ഇനി ആരും വില കൊടുക്കില്ല. ഇസ്ലാമോഫോബിയ എന്ന് പറയുമ്പോൾ നാട്ടുകാർ വായും പൊത്തിച്ചിരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവാൻ പോകുന്നത്. പോയി പണി നോക്കടാ എന്ന് പറയുന്ന കാലഘട്ടത്തിലേക്കാണ് മുസ്ലിങ്ങൾ സ്വയം അവിടെ വന്നുപെട്ടിരിക്കുന്നത്. അതാണ് നമ്മളിവിടെ ഇനി കാണാൻ പോകുന്നത്. ഓൾറെഡി കണ്ടു തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ജർമ്മനിയിലൊക്കെ പള്ളികൾ പൊളിച്ചു തുടങ്ങി, ആളുകൾ നാട് കടത്തി തുടങ്ങി. അവിടെ UK ജാക്കിർ നായിക് എന്ന് വിളിക്കുന്ന ആൻജം ചൗധരി അടക്കമുള്ള ആളുകളെ ഇന്ന് അവിടെ ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചു കഴിഞ്ഞു. അങ്ങനെ പല കാര്യങ്ങളും ഇനി ലോകത്ത് നടക്കാൻ പോകുന്നത് ഏത് രീതിയിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങളുമായിട്ടുള്ള നേർക്കുനേരെയുള്ള കൊമ്പുകോർക്കൽ. കാരണം മുസ്ലിങ്ങളുടെ ഇടയിൽ ആരാണ് തീവ്രവാദി എന്ന് കണ്ടുപിടിക്കാൻ ലോകത്തിന് കഴിയാത്തൊരു ഘട്ടം വരുമ്പോൾ മുസ്ലിമിനെ പ്രിഫർ ചെയ്യുന്നത് കുറയും. അതാണ് ഇവിടുത്തെ വിഷയം. ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നതും ഈ ഒരു വിഷയത്തിലെ വാർത്തകളെക്കുറിച്ച് പറഞ്ഞ് നിങ്ങൾ ബോറടിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ട ഒരു വിഷയം അത് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാനാണ്. അത് ഇത് തന്നെയാണ്. മുസ്ലിങ്ങൾ ഇതിനകത്ത് എടുക്കുന്ന നിലപാടുകൾ നമ്മൾ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാദത്തെ അവിടെ പൊളിക്കുന്നു എന്നത് തന്നെയാണ്. അതായത് ഇസ്ലാമും മുസ്ലിമും രണ്ടാണ്, അങ്ങനെ ഒരേപോലെ കണ്ട് എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണ് എന്ന് നിങ്ങൾ ധരിക്കുന്നത് ശരിയല്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുകൂടാതെ അത് നിങ്ങളും പറയണമെന്ന് നമ്മൾ പറയാറുണ്ട്. സത്യം പറഞ്ഞാൽ ഇന്നലെ രാത്രി ഈ നമ്മളുടെ ഉരുൾപൊട്ടലിൻ്റെ വാർത്തയും ഇതൊക്കെ കണ്ട് നമുക്ക് ലൈവ് ചെയ്യാനില്ലാത്തൊരു മൂഡ് അങ്ങനെ ഒരു രീതിയിലായി പോയതുകൊണ്ട് ഞാൻ എന്തെങ്കിലും വീഡിയോ റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഒരു കോൾ വന്നു, ഫോൺ കോൾ, കോയ കോളിങ്ങിലേക്ക് വന്നൊരു കോളാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ അതൊരു രസം തോന്നി. എന്ന് വെച്ചാൽ ചെറിയൊരു കോളാണ്. എന്തിനാണ് ഇസ്ലാമും മുസ്ലിമും രണ്ട് ആയിട്ട് പറയുന്നത് എന്നൊരു ചോദ്യം. അതിന് ഞാൻ അദ്ദേഹവുമായിട്ടൊരു സംഭാഷണം നടത്തി. വെറും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു കോൾ മാത്രമാണ്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതൊരു ചെറിയൊരു വീഡിയോ ആക്കാം എന്ന് വിചാരിച്ച് അത് റെക്കോർഡ് ചെയ്തു. അതിൽ ഉടനീളം പറഞ്ഞ കാര്യം എന്താണ്? ഇത് നമ്മൾ ശ്രദ്ധിക്കണം, മുസ്ലിമും ഇസ്ലാമും രണ്ടാണ്, എന്തിനാണ് അങ്ങനെ പറയുന്നത്, ആരാണ് പറയേണ്ടത്, ആർക്ക് വേണ്ടിയാണ് പറയുന്നത്, ഒക്കെ പറഞ്ഞ് റെക്കോർഡ് ചെയ്തൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോഴാണ് ഈ സാധനം കാണുന്നത്. ഈ സാധനം കണ്ട് അതിലെ ഈ വാർത്തകളുടെ അടിയിൽ വരുന്ന കമൻറ്റ് കണ്ടപ്പോൾ സത്യത്തിൽ നമ്മൾ എന്തിനാണ് പണിയെടുക്കുന്നത്? ഈ മുസ്ലിങ്ങൾ സത്യത്തിൽ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സ്വയം കുഴി കുടിച്ച് അതിലേക്ക് ഇറങ്ങി നിന്ന് മണ്ണിട്ട് മൂടറ എന്ന് പറയുന്ന അവസ്ഥ, അല്ലെങ്കിൽ സംഖ്യയുടെ കയ്യിൽ വടി കൊടുത്തിട്ട് അടിക്കട മൂട്ടിൽ എന്ന് പറയുന്ന പണി, ഇത് തന്നെയാണ് ഇവിടെ മുസ്ലിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ നമുക്കിതിവിടെ കാണാൻ കഴിയുമ്പോൾ അതാണ് നമുക്കിന്നിവിടെ പറയാനുള്ളത്. ഇവിടെ ഈ ബ്രിങ് ദം ഹോം നൗ, ആ ഹോസ്റ്റേഴ്സിനെ വിട്ടുകിട്ടുന്നത് വരേക്കും ആ സ്ലോഗൻ ഉയർത്തിക്കൊണ്ട് ഇസ്രായേലിൻ്റെ പണി നോക്കും, ഒരു സംശയം വേണ്ട. അവരുടെ ഉഗ്രരൂപം പുറത്തെടുക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്നത് നിങ്ങളൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ഇതിനകത്ത് എടുക്കുന്ന നിലപാടുകൾ, നിങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങൾ തന്നെ, നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിലപാടുകൾ, വാക്യങ്ങൾ, അതുപോലെ തന്നെ പല നീക്കങ്ങൾ, അത് എന്താണ് ഇവിടെ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളും ഒരു ഹമാസോളി തന്നെയാണ് എന്നതിവിടെ സാക്ഷ്യപ്പെടുത്തുന്നു, അതിവിടെ സ്ഥിരപ്പെടുത്തുന്നു. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്താണ് ഇപ്പോൾ സംഭവിച്ചതെന്നുള്ളത് കൂടി ഒന്ന് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം, പണ്ട് നമ്മളുടെ ഇറാനിയൻ പ്രസിഡൻറ്റിൻ്റെ ഒപ്പം ഇരുന്ന ആളുകളൊക്കെയാണ് ഇന്നിപ്പോൾ ഓരോരുത്തരായിട്ട് കാണാതെ പോകുന്നത്. മാത്രമല്ല പ്രസിഡൻ്റ് അടക്കം ഇന്ന് കാണാതെയായിരിക്കുന്നു എന്നും കൂടി നമുക്കിവിടെ ഒന്ന് സാന്ദർഭികമായിട്ട് നോക്കാം. അപ്പോൾ ഈ ഒരു വിഷയം വന്നപ്പോൾ ഇതിൽ ഹനിയ കൊല്ലപ്പെട്ട കാര്യം സത്യത്തിൽ വാർത്ത കണ്ടപ്പോൾ
ഇത് പറയാൻ നമുക്കൊരു മടി. കാരണം ഇനി എങ്ങാനും ഇയാൾ മരിച്ചിട്ടില്ലെങ്കിലോ, ഇത് നമ്മളുടെ ഏപ്രിൽ ഫൂൾ ആക്കുന്ന പോലെ വല്ല പരിപാടിയാണെന്ന് പറയാൻ പറ്റും. മുഹറം ഫൂൾ ആവാലോ, ഇത് മുഹറം മാസമൊക്കെ ആണല്ലോ. ഇനി അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടോ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്നാൽ ആവട്ടെ, കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് സമാധാനമായത്. അൽ ജസീറ, നമ്മൾ ഇൻ്റർനാഷണൽ മുക്കാൽ മീഡിയ ഇത് റിപ്പോർട്ട് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലെ സ്വന്തം ദേശി മുക്കാൽ മീഡിയയും അവരും റിപ്പോർട്ട് ചെയ്തപ്പോൾ എനിക്ക് സമാധാനം. അപ്പോൾ ഇതെന്തോ ഉള്ളത് തന്നെയാണ്. സംഗതി ആൾ മരിച്ചിട്ടുണ്ട്. സംഗതി ഇറാനിലെ പുതിയ പ്രസിഡൻറ്റിൻ്റെ അവിടുത്തെ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങൊക്കെ കഴിഞ്ഞ് അവർ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്ന സമയത്ത് അവിടെ വെച്ചാണ് ഈ അപ്പാർട്ട്മെൻറ്റിനകത്ത് വെച്ചാണ് ഈ അറ്റാക്ക് എന്നാണ് അറിയുന്നത്. കൂടെ ഒരു ബോഡി ഗാർഡും കൊല്ലപ്പെട്ടു, ഇതാണ് അറിയുന്നത്. അങ്ങനെ വളരെ പ്രിസൈസ് ആയിട്ടുള്ളൊരു അറ്റാക്ക്. എങ്ങനെയാണ് അറ്റാക്ക് ചെയ്തത് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഇനി അവർ ചിത്രവും വീഡിയോ ഒക്കെ ആയിട്ട് വിടും. അപ്പോൾ നമുക്ക് കാണാം. വിട്ടോന്ന് അറിയില്ല, ഞാൻ കണ്ടില്ല. എന്തായാലും ഇതാണ് ഇസ്രായേലിൻ്റെ രീതി. കറക്റ്റ് വിട്ടു തരും എങ്ങനെയാണ് വിട്ടത് വെടിവെച്ചത് എന്നൊക്കെ ഉള്ളത്. ഇതിന് ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ ഹിസ്ബുള്ള അവരുടെ ഒരു വലിയൊരു കമാൻഡർ ഇതേപോലെ ഒരു പ്രിസിഷൻ അറ്റാക്കിൽ കൊന്നു. എന്താ കാരണം? ഓൾ ഐസ് ഓൺ റഫ എന്ന് പറഞ്ഞ മാതിരി ഓൾ ഐസ് ഓൺ നമ്മളുടെ ഇസ്രായേൽ ആ നോർത്തേൺ റീജിയണിൽ എന്നും പറഞ്ഞിട്ടല്ല ഇസ്രായേൽ അവിടെ കരഞ്ഞ് നിലവിളിച്ച് നടന്നു. ഇരവാദം എന്ന് പറയുന്ന പരിപാടി, അയ്യോ ഞങ്ങളെല്ലാവരും വേട്ടയാടുന്ന എന്നൊരു പരിപാടി, അത് ഇസ്രായേലിനില്ല. അത് മുസ്ലിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇസ്രായേൽ എന്താ ചെയ്തത്? തങ്ങളെ അറ്റാക്ക് ചെയ്തത് ആരാണോ അവരെ തീർക്കുക. ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്തു. ആദ്യം ഹിസ്ബുള്ളയെ തീർക്കുന്നു. ഇപ്പോൾ ഇത് നമ്മളുടെ ഹമാസിൻ്റെ പ്രധാനപ്പെട്ട ആളുകളെയും ഇതേപോലെ പിടിക്കാൻ പോകുന്നു. ഇനിയുണ്ട്, 1-2 ആളുകളുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഹനിയ എന്ന് പറയുന്ന ആൾ ഹമാസിൻ്റെ ആളാണെന്ന് പറയും. 1987 ഹമാസ് ഉണ്ടാകുന്ന സമയത്ത് അതിനെ ചുക്കാൻ പിടിച്ച ആളാണ് ഈ ഹനിയ എന്ന് പറയുന്നത്. അതിനുശേഷം അവിടുത്തെ ആ രാഷ്ട്രീയത്തിൽ വലിയ ഒരു പങ്കെടുത്ത് അതിൻ്റെ ഭാഗമായി മാറി അതിൻ്റെ ഭരണത്തിൽ മുൻ പ്രധാനമന്ത്രി കൂടിയാണ് നമ്മളുടെ ഗാസയുടെ എന്നും കൂടി നമ്മൾ ആലോചിക്കണം. ഇവിടെ എല്ലാവരും പറയാറുണ്ട് ഫ്രീ പാലസ്തീൻ എന്ന് പറയും. അപ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട് ഫ്രീ പാലസ്തീൻ ഫ്രം ഹൂം എന്ന് നമ്മൾ ചോദിക്കും. അത് അറിയില്ല, നമ്മുടെ വിശ്വാസികൾക്ക് അറിയില്ല. അവർക്ക് അറിയാതെ പോകുന്നൊരു കാര്യം, ഗാസ ഭരിച്ചുകൊണ്ടിരുന്നത് ഇസ്രായേൽ അല്ല, അത് ഹമാസ് തന്നെയായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. 1987 മുതൽ അവിടെ ഭരണം അല്ലെങ്കിൽ ഈ ഹമാസുമായിട്ട് നടന്നു. അതിനുശേഷം 2005 ഇസ്രായേൽ വിട്ടുപോകുന്നു. പൂർണ്ണമായും അവർക്ക് വിട്ടൊഴിയുന്നു. അവരുടെ ശവക്കല്ലറ അടക്കം തോണ്ടിക്കൊണ്ടാണ് പോയത്. അതിനുശേഷം 2005 ശേഷം 6-7 ഒക്കെ ആയപ്പോഴേക്കും ഗാസ ഭരിച്ചുകൊണ്ടിരുന്നത് ഈ പാലസ്തീൻ അതോറിറ്റിയും അതുപോലെ ഗാസയും നമ്മളുടെ ഹമാസും കൂടി തന്നെയാണ്. അങ്ങനെ ഹമാസ് പാലസ്തീനിയൻ അതോറിറ്റിയുടെ കയ്യിൽ നിന്ന് ഭരണം തട്ടിപ്പറിക്കുന്നു, പ്രതിപക്ഷത്തെ ഇല്ലായ്മ ചെയ്യുന്നു, എന്നിട്ടൊരു ഏകാധിപത്യ ഭരണം അവിടെ കൊണ്ടുവരുന്നു. അങ്ങനെ കഴിഞ്ഞ 2007 മുതൽ 2024 വരെയും ഭരിച്ചുകൊണ്ടിരുന്നത് ഈ ഹമാസാണ്. അതിൻ്റെ ഇടയിൽ അവിടെ നടത്തിയിരിക്കുന്ന കിരാതവാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ സംസാരിക്കുന്ന ആളുകളെ, സ്വന്തം ജനതയെ കൊന്നു തള്ളുന്ന പരിപാടിയാണ് ചെയ്തിരുന്നത്. ഇപ്പോഴും ഈ യുദ്ധം നടക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ അവർക്ക് ലഭിക്കുന്ന ഹ്യൂമാനിറ്റേറിയൻ എയ്ഡിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ, അത് ഇതുപോലെ ചെലവഴിക്കുന്നതിലൊക്കെ കാണിക്കുന്ന അഴിമതിയും അതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച ഗാസൻസ് ആയിട്ടുള്ള ആളുകളെ വെടിവെച്ച് കൊല്ലുന്നത് നിങ്ങൾ കണ്ടു. ആരാ ചെയ്യുന്നത്? ഹമാസ് തന്നെയാണ് ചെയ്യുന്നത്. അതുകൂടാതെ ഈ ഒരു പ്രശ്നത്തിന് വഴിവെച്ചത് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല, ഗാസ വളരെ മാന്യമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ അവിടുത്തെ സിവിലിയൻസിനെ കൊന്നു തള്ളുന്നത് ആരാണ്? അതും ഈ ഹമാസിനാണ്. കാരണം അത് പറയാൻ പാടില്ല, ഇപ്പോൾ പറഞ്ഞാൽ നമ്മളുടെ അജണ്ട പൊളിയും. അപ്പോൾ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ്റെ എല്ലാ തരത്തിലുള്ള ആ ഒരു രീതിശാസ്ത്രങ്ങളും അത് ഫോളോ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ തന്നെയാണ് ഹമാസ്. ഈ ഹനിയ എന്ന് പറയുന്ന വ്യക്തി തന്നെ 2018 ഒരു ടെററിസ്റ്റായിട്ട് US അവിടെ ഡെസിഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരാളാണ്. അതുകൂടാതെ പല രാജ്യങ്ങളും ഈ ഹമാസ് എന്ന് പറയുന്ന ഓർഗനൈസേഷനെ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇനി ഈ ഒരു ലക്ഷ്യം അവർ മുന്നോട്ട് വെക്കുന്ന ഇസ്രായേലുമായിട്ടുള്ള ആ ഒരു പോരാട്ടത്തിൻ്റെ ലക്ഷ്യമായിട്ട് അവർ വെച്ചിരിക്കുന്നത് എന്താണ്? ഇവിടെ 2005 അവർ പിരിഞ്ഞു പോയതിന് ശേഷം ഭരണം കൈയാളുമ്പോൾ അവിടെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം ഉണ്ടായിരുന്നു, വയലൻസ് ഉപേക്ഷിക്കണം. ഇനി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ അംഗീകരിച്ച് ഗാസ സെപ്പറേറ്റ് ആയിട്ട് പോകുന്ന ഒരു നിലയിലേക്ക് വരണമെന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാതെ ഞങ്ങൾക്ക് ഇസ്രായേലും വേണം, ഇസ്രായേലിനെ തുടച്ചു നീക്കുമെന്ന ആ നിലപാടുമായിട്ട് മുന്നോട്ട് പോയത് അത് ഈ ഹനിയെ ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിലാണ്. കാരണം എന്താണ്? ഹമാസിൻ്റെ ചാർട്ടറിൽ എഴുതി വെച്ചിരിക്കുന്നത് അത് തന്നെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു 2 നേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല. അവിടെ അവർ എഴുതി വെച്ചിരിക്കുന്നത് ഇസ്രായേൽ വിൽ എക്സിസ്റ്റ് ആൻഡ് വിൽ കണ്ടിന്യൂ ടു എക്സിസ്റ്റ് അൺടിൽ ഇസ്ലാം വിൽ ഒബ്ലിറ്ററേറ്റ് ഇറ്റ് ജസ്റ്റ് ആസ് ഇറ്റ് ഒബ്ലിറ്ററേറ്റഡ് അതേഴ്സ് ബിഫോർ ഇറ്റ്. എന്ന് വെച്ചാൽ ഹമാസ് ഒബ്ലിറ്ററേറ്റ് ചെയ്യുന്നതല്ല കേട്ടോ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ
മറ്റേ ഒക്ടോബർ 7 മൂട് പൊക്കി കാണിച്ചല്ലോ, ഇസ്ലാമിൻ്റെ ഒരു രൂപം കാണിച്ചല്ലോ. ആ പരിപാടി ഇസ്ലാം തന്നെയാണ് അവിടുത്തെ പ്രശ്നമായിട്ട് അവർ തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ പ്രശ്നത്തിൻ്റെ പിന്നിൽ മതം തന്നെയാണ്. അത് ഇസ്ലാം എന്ന് പറയുന്ന മതമാണ് അതിലേറ്റവും വലിയ പ്രശ്നം. ജൂതമതം ഇതിനകത്തേക്ക് പൊക്കിക്കൊണ്ട് വരേണ്ട കാര്യമില്ല. അങ്ങനെ ജൂതൻ മുന്നോട്ട് വെക്കുന്ന ആശയം, തോറയിൽ എഴുതി വെച്ച സാധനവും പൊക്കിപ്പിടിച്ചിട്ടാണ് അവിടെ ജൂതന്മാർ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ഈ പറയുന്ന 2 നേഷൻ പണ്ട് അവർ അംഗീകരിക്കില്ലായിരുന്നു. അതുകൂടാതെ ഇത്തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്ക് അവർ തയ്യാറാകില്ലായിരുന്നു. അതല്ല ഇവിടെ കാണുന്നത്. അവരതിന് തയ്യാറായത് തന്നെയാണ് ഇതിനോടകം കണ്ടിട്ടുള്ളത്. ഇനി ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, നമ്മൾ അറിയേണ്ടത്, ഇത്ര കാലവും ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഒരു യുദ്ധം പോലും ഇസ്രായേൽ അല്ല തുടങ്ങിയിട്ടുള്ളത്. തുടങ്ങിയത് മുഴുവൻ ഇസ്രായേൽ ഉണ്ടായ അന്ന് മുതൽ 1948 മുതൽ തുടങ്ങിയിട്ടുള്ള ഏത് യുദ്ധം നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാലും എല്ലാം തുടങ്ങിയിരിക്കുന്നത് അറബ് രാഷ്ട്രങ്ങളാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന യുദ്ധം പോലും ഒക്ടോബർ 7 തുടങ്ങി വെച്ചത് ഹമാസ് തന്നെയാണ്, ഇസ്രായേൽ അല്ല. അങ്ങനെ വരുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ ആലോചിക്കേണ്ടത്, ഈ ഒരൊറ്റ യുദ്ധത്തിലും ഇസ്രായേൽ തോറ്റിട്ടില്ല എന്നും കൂടി നമ്മൾ ആലോചിക്കുക. അപ്പോൾ ഒക്ടോബർ 7 തുടങ്ങി വെച്ച ഈ യുദ്ധത്തിലും അവിടെ ഇസ്രായേൽ തോക്കാൻ പോകുന്നില്ല. തോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അവർ അങ്ങ് 10 മടക്കി പിന്നോട്ട് പോകുമെന്ന ഒരു ധാരണ വേണ്ട. അത് നമ്മളൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മളെ കാക്കാമാരൊന്ന് മനസ്സിലാക്കണം നല്ലതാണ്. കാരണം ഈ വിഷയം, അതിൻ്റെ ആ ഒരു ഗൗരവം നിങ്ങൾ ഉൾക്കൊണ്ടാൽ മാത്രമാണ് ഇതിനകത്ത് അനാവശ്യമായിട്ടുള്ള ഈ ആവേശം കൊണ്ട് കൈയടിക്കുന്ന നമ്മളുടെ മുക്കാൽ ടീമുണ്ടല്ലോ, നമ്മളുടെ ഈ മുക്കാൽ മീഡിയ, അവർ ആ ഒരു അടുപ്പ് കൂട്ടി ചർച്ചയിൽ ഇരുന്നിട്ട് ചെയ്യുന്ന പരിപാടി, അതിൽ തീ കോരിയിടുന്ന ഒരു ആൾക്കാരായിട്ട് നിങ്ങൾ നിന്നുകൊണ്ട് നിങ്ങൾ സ്വയം തീവ്രവാദികളായി മാറും, മുദ്ര കുത്തപ്പെടുമെന്നതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ നിന്നും മറ്റൊന്നും പഠിക്കാൻ കഴിയില്ല. അവിടെ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് ഓർക്കുന്നത് നന്നായിരിക്കുന്നതാണ് പറയാനുള്ളത്. അപ്പോൾ ഹമാസിൻ്റെ ചാർട്ടറിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണിത്. ദ ഡേ ഓഫ് ജഡ്ജ്മെൻറ്റ് വിൽ നോട്ട് കം അബൌട്ട് അൻറ്റിൽ മുസ്ലിംസ് ഫൈറ്റ് ജ്യൂസ് ആൻഡ് കിൽ ദം. ജൂതന്മാർ, അവരെ വിശ്വസിക്കാൻ പാടില്ല, ജ്യൂസ് കുടിക്കരുതെന്ന് പറഞ്ഞത് തന്നെ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ജൂതനെ ഇവിടെ ഇല്ലായ്മ ചെയ്യാതെ ലോകം അവസാനിക്കില്ല എന്നത് ചാർട്ടറിൽ എഴുതി വെച്ച് നടക്കുന്ന ആളുകൾ, അതായത് ഇപ്പോൾ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ മനുസ്മൃതി എഴുതി വെച്ചാൽ എങ്ങനെ ഇരിക്കുമോ അതേമാതിരി അവിടെ ഹമാസിൻ്റെ ചാർട്ടറിൽ അവരെഴുതി വെച്ചിരിക്കുന്നത് ഖുർആനിലെയും ഹദീസിലെയും ആശയങ്ങളാണ്. ഇനി ഹമാസ് റിഗാർഡ് ഇറ്റ് സെൽഫ് ദ സ്പിയർ ഹെഡ് ആൻഡ് ദ വാൻ ഗാർഡ് ഓഫ് ദ സർക്കിൾ ഓഫ് സ്ട്രഗിൾ അഗെയിൻസ്റ്റ് വേൾഡ് Zionism. Islamic groups all over the Arab world should also do the same, since they are best equipped for their future role in the fight against the warmongering Jews. ഇതാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ഇനി അത് കൂടാതെ വേറൊരു സാധനം കൂടിയുണ്ട്. നിങ്ങളൊന്ന് കമ്പയർ ചെയ്യും. എന്തുകൊണ്ട് ഇസ്രായേലിൻ്റെ കൊടിയും ഞാൻ വെച്ചിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാരണം ഇത് തന്നെയാണ്. ഇസ്രായേലിൻ്റെ ആ പ്രഖ്യാപനം, സ്വാതന്ത്ര്യദിന അല്ലെങ്കിൽ അവരുടെ ആശയത്തിൻ്റെ പ്രഖ്യാപനം എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം. വി എക്സ്റ്റെൻഡ് അവർ ഹാൻഡ് ടു ഓൾ നൈബറിംഗ് സ്റ്റേറ്റ്സ് ആൻഡ് ദെയർ പീപ്പിൾ ഇൻ ആൻ ഓഫർ ഓഫ് പീസ് ആൻഡ് ഗുഡ് നൈബർലിനെസ്. ഇതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നല്ല ബന്ധങ്ങൾ, അടുത്തുള്ള മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള സൗഹൃദം, ഇതാണ് അവരുടെ ലക്ഷ്യം. ഇത് ലക്ഷ്യമായിട്ട് എഴുതി വെക്കുക മാത്രമല്ല, അവരുമായിട്ട് കൊമ്പ് കോർത്തിരുന്ന രാജ്യങ്ങളായിട്ടുള്ള ജോർദനും ഈജിപ്തും തുടക്കം മുതൽ തന്നെ ഈജിപ്തുമായിട്ട് സൗഹൃദത്തിലായത് എങ്ങനെയാണ് നിങ്ങൾ ആലോചിക്കുക. ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യം ഇസ്രായേലുമായിട്ട് സൗഹൃദത്തിലായി എന്നതിൻ്റെ പേരിൽ അവരെ OICയിൽ നിന്നും അവിടെ സസ്പെൻഡ് ചെയ്യുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ്. ഓക്കെ, ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനം എന്ന് വെച്ചാൽ സമാധാനം ഉണ്ടാക്കാനുള്ള മതം. അപ്പോൾ ഈജിപ്ത് എന്താ ചെയ്തത്? ഈജിപ്ത് ഇസ്രായേലുമായിട്ട് സമാധാനം ഉണ്ടാക്കി. അപ്പോൾ ഇസ്രായേലിനെ പുറത്താക്കുന്നു. എന്തിനാണ് പുറത്താക്കിയത്? ഇസ്രായേലുമായിട്ട് സമാധാനം ഉണ്ടാക്കിയതിന്. ഇതാണ് ഇതിലെ പ്രശ്നം. അതായത് സമാധാന മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സമാധാന മത രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയിൽപ്പെട്ട ഒരു രാജ്യം, ആ രാജ്യം ഒരു സമാധാന മത രാജ്യമാണ് എന്ന് നമ്മൾ ഓർക്കുക. ആ സമാധാന മത രാജ്യം അവരുൾക്കൊള്ളുന്ന സമാധാന മതത്തിൻ്റെ സമാധാനം എന്ന ആശയവും ഉൾക്കൊണ്ടുകൊണ്ട് അവരുമായിട്ട് നിരന്തരം തല്ലുകൂടിയിരുന്ന ഒരു രാജ്യവുമായിട്ട് സമാധാനം അവിടെ സ്ഥാപിച്ചപ്പോൾ അതിൻ്റെ പേരിൽ ഈ സമാധാന മത രാജ്യങ്ങളുടെ കൂട്ടത്തിൽ നിന്നും അവരെ സസ്പെൻഡ് ചെയ്യുന്നു. എത്ര മനോഹരമായ ആചാരങ്ങളെന്ന് നമ്മൾ ചോദിച്ചു പോകുന്ന അവിടെയാണ്. ഇതാണ് ഇവിടെ സംഭവിച്ചത്. അങ്ങനെ അവസാനം കുറേ കാലങ്ങൾക്ക് ശേഷമാണ് അവിടെ പിന്നെയും അവരെ തിരിച്ചെടുക്കുന്നത്. പിന്നെ അതിന് ശേഷം നമ്മളുടെ ജോർദൻ്റെ കഥയൊക്കെ നിങ്ങൾക്കറിയാം. എന്തായാലും ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഒക്ടോബർ 7 ആ ഒരു കാലഘട്ടം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത് എന്താണ്? സൗദി അറേബ്യയുമായിട്ടുള്ള ബന്ധം അവിടെ ഊഷ്മളമാകുന്ന അവസ്ഥ, അതിലേക്ക് നടന്ന് അടുക്കുന്നു അല്ലെങ്കിൽ ഓടിയെടുക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ വിഷയം ഉണ്ടായത്. അതിന്നും അവിടെ തടസ്സപ്പെട്ട് നിൽക്കുകയാണ്. അത് വീണ്ടും അത് പുനരാരംഭിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. അതുകൂടാതെ UAEയുമായിട്ടുള്ള സമാധാനം അത് മുന്നേ തന്നെ സ്ഥാപിച്ചു കഴിഞ്ഞു. ഒമാൻ പോലെയുള്ള രാജ്യങ്ങൾ, ബഹ്റൈൻ പോലെയുള്ള രാജ്യങ്ങൾ, മറ്റ് പല രാജ്യങ്ങളും ഇസ്രായേലുമായിട്ട് അടുത്ത് കഴിഞ്ഞു. ഈ ഒരു വിഷയം ഉണ്ടായപ്പോൾ ഇറാൻ്റെ നേതൃത്വത്തിൽ OICയുടെ ഒരു മീറ്റിംഗ് കൂടിയിട്ട് ഇസ്രായേലിനെ നമ്മൾ ഉപരോധിക്കണം, OIC ഉപരോധിക്കണം എന്നൊക്കെ പറഞ്ഞു. പോയി പണി നോക്കട എന്ന് പറഞ്ഞത് അവിടെ അതിനുവേണ്ടി മുന്നോട്ട് വന്നത് ആദ്യം തന്നെ നമ്മുടെ സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള രാജ്യങ്ങളാണ്. അവരതിന് എതിരെ നിന്നു. നിങ്ങൾ ആലോചിക്കുക, അവിടെ ഇസ്രായേലിനോടൊപ്പമാണ് ഈ രാജ്യങ്ങൾ നിന്നത്.
ഏതാനും കുറച്ച് നാളുകൾക്ക് മുന്നേ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഒരു അറ്റാക്ക് ഉണ്ടായപ്പോൾ അവിടെ നിന്നും വന്ന എന്താണ് പടക്കം, നനഞ്ഞ പടക്കങ്ങൾ അത് കാണിച്ചു കൊടുക്കാനും അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കി കൊടുത്തത് അത് ഞങ്ങളാണ് കേട്ടോ എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചത് സൗദി അറേബ്യയാണ്. അതായത് ഇസ്രായേലിനെ സൗദി അറേബ്യ പരസ്യമായിട്ട് അവരുടെ ആ സൈനിക ശക്തി കൊണ്ടുപോലും അവരുടെ എയർ സ്പേസ് തുറന്നു കൊടുത്തുകൊണ്ട് പോലും അതിനെ അനുകൂലിക്കുന്ന കാഴ്ച ഇതാണ് കണ്ടത്. അതായത് ഇസ്രായേൽ അവിടെ എഴുതി വച്ചിരിക്കുന്ന അവരുടെ ഒരു എന്താ പറയുക, ഇസ്രായേൽ പ്രൊക്ലമേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്, അതിൻ്റെ ഭാഗമായിട്ട് അവർ എഴുതി വച്ചിരിക്കുന്ന കാര്യം അത് വെറുതെ ഈ ഏട്ടിലെ പശു പുല്ല് തിന്നില്ല എന്ന് പറഞ്ഞ പോലെയല്ല. അത് പറഞ്ഞത് തന്നെയാണ് അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ സമാധാനം സ്ഥാപിച്ച് കാണിച്ചു. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. ഇതാണ് എൻ്റെ പിന്നിലിരിക്കുന്ന കൊടി അവിടെ ഇരിക്കാനുള്ള കാരണം. ഇനി രണ്ടാമത്തത്, ഹമാസ് എന്താണ് എഴുതി വച്ചിരിക്കുന്നത്? ഹമാസ് എഴുതി വച്ചിരിക്കുന്നത് ദർ ഇസ് നോ സൊല്യൂഷൻ ഫോർ ദ പലസ്റ്റീനിയൻ ക്വസ്റ്റ്യൻ എക്സെപ്റ്റ് ത്രൂ ജിഹാദ് എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. ഈ ജിഹാദാണ് നമ്മളുടെ രാഹുൽ ഈശ്വർ പറഞ്ഞത് ചോര കൊടുക്കലാണ് എന്നത്. അങ്ങനെ ചോര കൊടുക്കാൻ പോയതാണ് നമ്മളുടെ ഇസ്മായിൽ ഹനിയ. ഇപ്പോൾ അതേ പടമായിട്ട് നേരെ ഹൂറികളുടെ മുന്നിൽ ഇങ്ങനെ കടന്ന് ഒടിയാത്ത ലിംഗവുമായിട്ട് തത്തിക്കളിക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഇങ്ങനെയാണ് ഉണ്ടാവുക, ജിഹാദ് ചെയ്താൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. ഇത് മനസ്സിലാക്കാൻ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് സാധിക്കാതെ പോകുന്നു. അങ്ങനെ സാധിക്കാതെ പോകുന്ന ആളുകൾക്ക് ഇച്ചിരിയെങ്കിലും ബോധം വെക്കാൻ ഇതുപോലുള്ള സംഭവങ്ങളൊന്ന് ഉപകരിച്ചാൽ അങ്ങനെയെങ്കിലും ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് നമ്മൾ അങ്ങനെ തന്നെ പറയുന്നത്. നിങ്ങൾ ഭാഷ മോശമായി എന്ന് വിചാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നമുക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. അതായത് ഈ ജിഹാദിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു. അവിടെ ഇസ്ലാം എങ്ങനെയാണോ മുന്നേ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചത് എന്ന് പറഞ്ഞ പോലെ ഇസ്രായേലിനെയും അവിടെ ഒബ്ലിറ്ററേറ്റ് ചെയ്യും, ഇസ്ലാം ഒബ്ലിറ്ററേറ്റ് ചെയ്യും എന്ന് ചാർട്ടറിൽ എഴുതി വെച്ച് അതിൻ്റെ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഇറങ്ങിത്തിരിക്കുമ്പോൾ അവസാനത്തെ ജൂതന് കൊല്ലപ്പെടാതെ ഇവിടെ ലോകാവസാനം പോലും ഉണ്ടാകില്ല എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് കൃത്യമായിട്ട് ഇസ്ലാം തന്നെയാണ്. ആ വിശ്വാസത്തിൻ്റെ പിന്നിൽ ഇസ്ലാമിക അധ്യാപനം തന്നെയാണ്. ഇനി അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കൊല്ലപ്പെട്ടാൽ, ഷഹീദായാൽ വെറുതെ 1-2 ഹൂറിയല്ല, 72 ഹൂറികളാണ് കിട്ടാൻ പോകുന്നത്. ആ 72 ഹൂറി അത് വെറുതെയുള്ള ഹൂറികളല്ല, സമപ്രായക്കാരായ ഹൂറികളാണ്. ആ സമപ്രായക്കാരായ ഹൂറികൾ അവരുടെ പ്രത്യേകത എന്താണ്? ഖുറാനിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇനി അശ്ലീലമാണെന്ന് പറഞ്ഞു വരരുത്. അറബി പറഞ്ഞാൽ പ്രശ്നമല്ല, മലയാളത്തിൽ പറയുമ്പോൾ പ്രശ്നമാണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. മുലകൾ ഒടിഞ്ഞു തൂങ്ങിയിട്ടില്ല, സമപ്രായക്കാരായ സ്ത്രീകൾ ആരും കണ്ടിട്ടില്ല, ജിന്നോ മനുഷ്യനോ ഇതുവരെ തൊട്ടിട്ടില്ല, പളുങ്ക് പാത്രങ്ങൾ പോലെ ഇരിക്കുന്നു. അവരുടെ എല്ലാ സാമാനങ്ങളും ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആണ്. ഇതൊക്കെയാണ് ഖുറാനിൽ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഹൂറികളെയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. മാത്രമല്ല പുരുഷന് ഒടിയാത്ത ലിംഗവും കിട്ടും എന്നും കൂടി പറഞ്ഞു വെക്കുമ്പോൾ ഇസ്ലാം പൂർണ്ണമാവുന്നു. നിസ്കരിക്കുന്നത് എങ്ങനെയെന്നോ മറ്റുള്ള കാര്യങ്ങളോ ഹജ്ജ് എങ്ങനെയെന്നോ നോമ്പ് എങ്ങനെയെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ പഠിച്ചോ മറന്നുപോയി. പക്ഷേ ഹൂറികളുടെ കാര്യം അതും വളരെ കൃത്യമായിട്ട് അളവുകോല് വെച്ച് പറഞ്ഞു തരാൻ നമുക്ക് മറന്നിട്ടില്ല എന്ന് വരുന്നിടത്താണ് ഇസ്ലാമിൻ്റെ ആ ഒരു മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സുഹൃത്തുക്കളെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മളിത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇതൊക്കെ എക്സാജറേഷൻ ആകാം എന്ന്. അത് അങ്ങനെ ഒരു സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് നമുക്ക് മാറ്റിയിട്ട് നമുക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് നമ്മളുടെ പഴയ ഒരു ഹമാസ് കമാൻഡർ പുള്ളി പറയുന്നത് കൂടി നമുക്കൊന്ന് കേൾക്കാം. ഓക്കെ. اليوم أنت تستطيع أن تقول أننا وصلنا إلى حالة الردع والدفاع عن الأرض المحتلة. لما نتكلم أن احنا جيش القدس ونتكلم عن معركة الوعد الآخرة لا نتكلم فيها لأننا سنحرر أرضنا فقط، ولكن لأن ما قاله نبينا محمد صلى الله عليه وسلم عندما قال زوى الله تعالى لي الدنيا وفي لفظ آخر الأرض فرأيت مشارقها ومغاربها وأن ملك أمتي سيبلغ ما زوي لي منها. إنه 510 مليون كيلومتر مربع وهي مساحة كل أرضية سوف تعيش حالة لا ظلم فيها ولا قهر فيها ولا خيانة ولا صهيونية ولا مسيحية غادرة ولا قتل بهذه الحجم، هذه الجرائم التي ترتكب بحق الشعب الفلسطيني والشعب العربي في كل الدول العربية سواء كانت في لبنان وسوريا وفي العراق وفي غيرها. ഓക്കെ, കേട്ടല്ലോ. ഇത് കാണാൻ പറ്റാത്ത ആളുകൾ, അതിൻ്റെ സബ് ടൈറ്റിൽ വായിക്കാൻ പറ്റാത്ത ആളുകൾ വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് സൂം ചെയ്താൽ മതി, നിങ്ങൾക്കത് വായിക്കാം. എന്തായാലും പുള്ളി പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇസ്രായേൽ എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു തുടക്കം മാത്രമാണ്, ഒരു എന്താ പറയുക, ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് വേണമെന്നുണ്ടല്ലോ. ഇത് കഴിഞ്ഞാൽ അടുത്തത് അങ്ങനെ അടുത്തടുത്ത രാജ്യങ്ങൾ പിടിച്ച് ഈ ഭൂലോകത്തുള്ള ഓരോ ഇഞ്ചും അത് ഈ സിസ്റ്റത്തിൻ്റെ അടിയിലേക്ക് കൊണ്ടുവരും. ഏതാണ് ആ സിസ്റ്റം? ആ സിസ്റ്റമാണ് ഇസ്ലാം. ആ പ്രോസസ്സിന് പറയുന്ന പേരെന്താണ്? അതാണ് ജിഹാദ്.
അത് ചോര കൊടുക്കലല്ല എന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പറഞ്ഞത്. ഇതാണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ISIS ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മളുടെ പോപ്പുലർ ഫ്രണ്ടുകാർ ഇന്ത്യയിൽ ചെയ്യാൻ വേണ്ടി ഇരുന്നത്. ഇത് തന്നെയാണ് നമ്മളുടെ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലുള്ള ആളുകൾ ഗസ്വായ് ഹിന്ദ് എന്ന് പറഞ്ഞ് സ്വപ്നം കണ്ട് വെള്ളമൊഴിച്ച് നടക്കുന്നത്. ഇത് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്ന് ഖുർആൻ, ഹദീസ്, ഇസ്ലാമിലെ ഓരോ അധ്യാപനങ്ങൾ പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പറയുമ്പോൾ നമ്മൾ നുണ പറയുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത് അവിടെ ഒളിഞ്ഞും തെളിഞ്ഞും നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. ഈ മതം മുഴുവൻ ഇസ്ലാം ആകുന്നത് വരെ, ദീൻ മുഴുവൻ ഇസ്ലാം ആകുന്നത് വരേക്കും ഇവിടെ യുദ്ധം ചെയ്യുക, ജിഹാദ് ചെയ്യുക എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. കഴിഞ്ഞ ദിവസം നമ്മൾ അതിനെക്കുറിച്ചൊരു ചർച്ച നടത്തിയിരുന്നു. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള ഒരു സാധനമാണ്. അവരുടെ ആശയപരമായിട്ട് സമാധാനം എന്ന് പറയുന്ന സാധനം ഏഴായാലത്തില്ല. 1. 2, അവർ മുന്നോട്ട് വെക്കുന്നത് ഇസ്ലാമിക രാജ്യങ്ങളാക്കി മാറ്റുക എന്ന ഒരു വലിയ ലക്ഷ്യം തന്നെയാണ് അവരുടെ മുന്നിലുള്ളത്. 3, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളെയും ആ പ്രവർത്തിക്കുന്ന രീതിയും അത് ജിഹാദി രീതി തന്നെയാണ്, അത് ജിഹാദ് തന്നെയാണ്. ഇത് ഏതെങ്കിലും ഒരു മൂലയിൽ ഒതുങ്ങി നിൽക്കുന്ന സാധനമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതെങ്ങനെയാണ് ഗ്ലോബലൈസ് ഇന്തിഫാദ എന്ന് പറഞ്ഞുകൊണ്ട് ലോകം മുഴുവൻ അത് പടർത്തി വിട്ടത് നമ്മൾ കണ്ടു. ഈ ഒരു വിഷയത്തിൻ്റെ പിന്നിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ അവർ പൊക്കിവെച്ച ബാനർ തന്നെയാണ്. അത് നമ്മൾ സൂക്ഷിക്കണം, പേടിക്കണം എന്ന് നമ്മൾ പറയുന്നത് അവിടെയാണ്. ഇത് നമ്മൾ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇനി ഇവിടെ നടക്കുന്ന ഈ വിഷയത്തിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഇതുപോലുള്ള തീവ്രവാദ സംഘടനകൾ അവരുടെ കാര്യം അവിടെ സാധിച്ചെടുക്കുന്നത്, അത് നമ്മളൊന്നും അറിയണമല്ലോ. അതിൻ്റെ ആ ഒരു രീതിശാസ്ത്രം അതിലേറ്റവും പ്രധാനമാണ് നുണകൾ, പ്രൊപ്പഗൻഡ എന്ന് പറയുന്നൊരു സംഗതി. അതിനു വേണ്ടിയിട്ട് ഇരവാദം, ടെററൈസിങ് പരിപാടികൾ, ഇതൊക്കെയാണ് അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫണ്ടിങ്ങിൻ്റെ കാര്യം നമുക്കറിയാം. ഇതുപോലെയുള്ള കാര്യങ്ങൾ കാണിച്ച് ഇരവാദം പറഞ്ഞ് കൂടുതൽ പൈസ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് അത് വെച്ചിട്ട് ആയുധം വാങ്ങിയും അത് വെച്ച് തുരങ്കം പണിതും അവർ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നു. പൊതുജനങ്ങൾക്ക് കിട്ടേണ്ട പൈസ അവർ ഇതുപോലെ പുട്ടടിക്കുന്നു. മാത്രമല്ല, ലോകത്തെ ടോപ്പ് 10 ബില്യണേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ മുഴുവൻ ഈ ഹമാസിൻ്റെ ആളുകളും കൂടിയാണ് എന്ന് വരുന്നിടത്താണ് ഈ പൈസ മുഴുവൻ ആരുടെ പോക്കറ്റിലേക്കാണ് പോയത് എന്ന് നമ്മളിവിടെ ചോദിക്കേണ്ടി വരുന്നത് അവിടെയാണ്. അതാണ് ഇവർ തന്നെ പുറത്തുവിട്ട വീഡിയോ ഇവർക്ക് വിനയായിട്ട് മാറിയത്. അതായത് ഒക്ടോബർ 7 ശേഷം ഗാസയിലുള്ള അപ്പാർട്ട്മെൻറ്റ്സ്, ഹോസ്പിറ്റൽസ്, അതല്ലെങ്കിൽ സ്കൂള്, നഴ്സറി, ഇതുപോലുള്ള സ്ഥാപനങ്ങളുടെയൊക്കെ അടിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന 500ഓളം കിലോമീറ്റർ വരുന്ന ഈ തുരങ്കങ്ങളിൽ ഇരുന്നു കൊണ്ട് റോക്കറ്റ് വിടുന്ന കാഴ്ച. അങ്ങനെ വിടുന്ന സമയത്ത് തിരിച്ചവിടേക്ക് റോക്കറ്റ് ഇസ്രായേൽ വിടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആളുകളോട് ഒഴിഞ്ഞു പോകാൻ പറയുമ്പോൾ ഒഴിഞ്ഞു പോകാൻ സമ്മതിക്കാതെ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് പോസ്റ്റുകളിൽ ആയുധം ഒളിപ്പിച്ച് വെച്ചിട്ട് അവിടെയും പിന്നെ ആളുകൾ കൊല്ലപ്പെടാനുള്ള അവസരം ഉണ്ടാക്കിയിട്ട് അവർ തൊടുത്തുവിടുന്ന റോക്കറ്റ് തിരിച്ച് അവിടെ തന്നെ പതിയുന്ന അവസ്ഥയുണ്ട്. ഹ്യൂമൻ ഷീൽഡിനെ വെച്ചിട്ട് പണിയൊപ്പിക്കുമ്പോൾ അങ്ങനെ കൊല്ലപ്പെടുന്ന ആളുകൾ ഇതിനെ വെച്ചുകൊണ്ട് നിലവിളി. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇനി ഈ യുദ്ധത്തിനെന്ന് പറഞ്ഞ് ഇറക്കി വിടുന്ന ആളുകൾ ആരാണ്? ഹമാസിൻ്റെ പോരാളികൾ സിവിലിയൻ ഡ്രസ്സിൽ നടക്കുന്നു, കുട്ടികളെ കൊണ്ട് ആയുധം എടുപ്പിക്കുന്നു. ഇതെല്ലാമാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം ചെയ്ത് ആളുകളെ കൊന്നൊടുക്കി അവസാനം ഇരവാദം മുഴക്കി ഇത് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആളുകളെ കണ്ണിൽ പൊടിയിട്ട് പ്രശ്നം അവരുടെ വശത്താക്കി മാറ്റുന്നു. സക്സസ്ഫുള്ളി അവർ ചെയ്തു. ഇരവാദത്തിൽ നാട് മുഴുവൻ വീണിരിക്കുന്നു, ലോകം മുഴുവൻ അതിൽ വീണിരിക്കുകയാണ്. ഏതായാലും അതിൻ്റെ ഒരു ചെറിയ റിപ്പോർട്ട് 2014 വന്നൊരു സംഗതി കഴിഞ്ഞ ദിവസം ശ്രദ്ധയപ്പെട്ടത് ഇതാണ്. ഇത് NDTV ഒരു എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞിട്ട് പണ്ട് ഗാസയിൽ നിന്ന് പുറത്തുവിട്ടൊരു സംഗതിയാണ്. അത് നിങ്ങൾക്ക് കാണാം. ഇത് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ ഇതിനകത്ത് പ്ലേ ചെയ്യുന്നില്ല, ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ. ഇത് ഹിപ്പോക്രസി ഓഫ് കണ്ടം ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ്റെ അതിൻ്റെ ഒരു ഹിപ്പോക്രസി കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ടൈറ്റിൽ അടിച്ചു നോക്കിയാൽ മതി. NDTVയിൽ വന്ന ഒരു വീഡിയോ റിപ്പോർട്ടാണ്. ഒരു കൂട്ടം ഈ റിപ്പോർട്ടേഴ്സ് താമസിക്കുന്ന ഹോട്ടൽ ബിൽഡിങ്ങിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ളൊരു കോമ്പൗണ്ടിൽ തുരങ്കം പണിത് അവിടെ ഇതുപോലെ ബോംബ് സ്ഥാപിച്ച് റിമോട്ട്ലി നിന്നിട്ട് അവിടെ റോക്കറ്റ് വിക്ഷേപിക്കുന്ന കാഴ്ച, സിവിലിയൻ ഏരിയയിൽ, റെസിഡൻഷ്യൽ ഏരിയയിൽ നിന്നിട്ട് റോക്കറ്റ് വിക്ഷേപിക്കുന്ന കാഴ്ച നിങ്ങൾക്ക് അവിടെ കാണാം. ഇത് 2014 പുറത്ത് വന്നതാണ്. 2014 എന്ത് പ്രശ്നമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ ആലോചിക്കും. 2005 ഇസ്രായേൽ അവിടെ നിന്ന് പോയ സമയത്ത് പിന്നെ എന്തിനാണ് 2014 ഇരുന്നിട്ട് ഈ പരിപാടി ഒപ്പിക്കുന്നത്? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇങ്ങനെയുള്ള സാധനങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരുന്നിട്ട് ആണ് ഇതിൽപ്പെട്ട ഈ തീവ്രവാദികളെ കൊന്നു തീർക്കണം, ഇവരെ ഇല്ലായ്മ ചെയ്യണമെന്ന കൃത്യമായ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രായേൽ മുന്നോട്ട് വന്നതും ഇതിൽ ഓരോരോ ആളുകളായിട്ട് ഇന്നിപ്പോൾ കൊന്നു തീർത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ പറയേണ്ട കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. എല്ലാവരും വളരെ സുഖമായിട്ട് ഹൂറികളോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ കാക്കമാർ, നമ്മളുടെ നാട്ടിലെ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ആരും വിഷമിക്കേണ്ട, അവർ വലിയ ഹാപ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ലിംഗം ഒടിയുന്നില്ല എന്ന് നാസ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഒടിഞ്ഞു തൂങ്ങിയിട്ടുമില്ല. എല്ലാം വളരെ ഖുർആനിലൊക്കെ എഴുതി വെച്ച പോലെ തന്നെയാണ്, അതൊക്കെ സത്യം തന്നെയാണ് എന്ന ആ ഒരു റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും സമാധാനിക്കുക. നിങ്ങൾക്കും വളരെ പെട്ടെന്ന് അങ്ങോട്ട് പോകാനുള്ള ആഫിയത്തും ആരോഗ്യവും പടച്ചോൻ തരട്ടെ. ആമീൻ. ഇനി ബാക്കിയുള്ള കാര്യത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ചോദിക്കാനുള്ളത്. ഈ വിഷയം ഇവിടെ ഉണ്ടാകുമ്പോൾ ഇനിയിപ്പോൾ കൊല്ലപ്പെടാൻ പോകുന്ന നമ്മുടെ ചുണ്ടലി, നമ്മുടെ യഹിയ സിൻവറിൻ്റെ കഥ നമ്മൾ കുറച്ച് നാൾ മുന്നേ പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ ഗാസ
ഗാസയിലുള്ള ആ കഴുതകൾക്കും കുതിരകൾക്കൊക്കെ അവരെ പേരിട്ട് വിളിക്കുന്നത് ഇപ്പോൾ സിൻവർ എന്നാണ്. അവരെങ്ങനെ കഴുതയൊക്കെ തെളിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് എന്താണ് മൂരി പോട എന്ന് പറയുന്നതിന് പകരം അവർ പറഞ്ഞത് യല്ല സിൻവർ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ കഴുതേനെയും പോത്തിനെയൊക്കെ തെളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിലേക്ക് ഗാസയിലെ സിറ്റിസൺസ് ഹമാസിനെ വെറുക്കുന്നു. അവരുടെ വെറുപ്പ് അവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതിനേക്കാൾ ഉപരി ആ വെറുപ്പ് പ്രകടിപ്പിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഇവരുടെ പ്രസൻസ് അവിടെ നിന്ന് ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നുവെച്ചാൽ ഇവരെ കാണാനില്ല. ഈ ഹമാസോളികൾ മുഴുവൻ അവിടെയുള്ള ആളുകളെ ഒന്നും കാണാനില്ല. ഒന്നുകിൽ ഇസ്രായേലുകാർ മൊത്തം കൊന്നു തള്ളി, അതല്ലെങ്കിൽ ഇവർ ഒളിവിൽ പോയിരിക്കുന്നു. ഏതായാലും ഇവർക്ക് അവിടെയുള്ള ജനങ്ങൾക്ക് ഹമാസിനോടുള്ള വിയോജിപ്പ് പച്ചയ്ക്ക് തുറന്നു പറയാനുള്ളൊരവസ്ഥ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നിടത്തേക്ക് കാര്യങ്ങളെത്തുമ്പോൾ അവിടെ ഒരു കാര്യം വ്യക്തമാണ്. ആ ഗാസ എന്ന് പറയുന്നത് ഒരു നാഥനില്ല കളരിയായി മാറി എന്ന് തന്നെയാണ്. അതിന് വഴിവെച്ചതാരാണ്? ഇവർ പുറത്തുവിട്ട ആ വീഡിയോയെക്കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്. അതായത് ഒക്ടോബർ 7 നടന്ന വിഷയത്തിന് ശേഷം ഇതുപോലെ ബോംബ് തിരിച്ചിടാൻ തുടങ്ങിയപ്പോൾ അവിടെയുള്ള ബിൽഡിങ്ങുകൾ തകർന്നു. അതിൻ്റെ കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിൻ്റെയൊക്കെ അടിയിൽ തുരങ്കം പണിതിട്ടാണ് ഈ റോക്കറ്റ് വിക്ഷേപിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് എല്ലാം തകരുകയാണ്, തകർന്ന് തരിപ്പണമാവുകയാണ്. അങ്ങനെ വന്നപ്പോൾ അവരൊരു വീഡിയോ ഇട്ടു. ബിഫോർ ഒക്ടോബർ 7 ആഫ്റ്റർ ഒക്ടോബർ 7 എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ. അത് അവരുടെ സ്വന്തം മൂട്ടിൽ വെക്കുന്ന വെടിയായിട്ട് മാറി. കാരണം എന്താണ്? അത്ര നാൾ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അയ്യോ കണ്ടില്ലേ ഗാസ എന്ന് പറയുന്നത് ഓപ്പൺ എയർ പ്രിസണാണ്, ഒരു തുറന്ന ഒരു തുറങ്കൽ അടയ്ക്കപ്പെട്ട ആളുകളെ പോലെയാണ് ഇവിടെ ആളുകൾ ജീവിക്കുന്നത്. ഒരു വശത്ത് കടൽ, ഒരു വശത്ത് ഈജിപ്ത്, ഒരു വശത്ത് ഇസ്രായേൽ, എല്ലാവരും കൂടി ഞങ്ങളെ ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്, ഒന്നും നടക്കുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് നിലവിളി. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് അത് എപ്പോഴും നമ്മൾ പറയാറുണ്ട്. ഇവർ ഈ തുരങ്കം പണിതിട്ടുള്ള പണി ഒരു വശത്തും, കിട്ടുന്ന ആ പാസ് ഉപയോഗിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്ത് അവിടെ പോയിട്ട് ഇതുപോലെ ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുക. നമ്മൾ ഒക്ടോബർ 7 അവിടെ ഈ ഇസ്രായേലിൽ നടത്തിയ ഈ അറ്റാക്കിൽ അവർക്ക് വലിയ തോതിൽ സഹായം അവിടെ നിന്നും അകത്തു നിന്നും കിട്ടി. എങ്ങനെയാണ് കിട്ടിയത്? അതായത് ഡെയിലി പാസ് ഉപയോഗിച്ചുകൊണ്ട് ഗാസയിൽ നിന്നും ഇസ്രായേലിലേക്ക് പോയി ജോലി ചെയ്തിരുന്ന ആളുകൾ അവിടെ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി വെച്ച്, നമ്മളെ മലയാള സിനിമയിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അമ്മി കൊത്താനുണ്ടോ അമ്മി, കൊട നന്നാക്കാനുണ്ടോ കൊട, ചെരുപ്പ് നന്നാക്കാനുണ്ടോ ചെരുപ്പ് എന്നൊക്കെ ചോദിച്ചിങ്ങനെ നടന്നിട്ട് ഇങ്ങനെ വീടുകളൊക്കെ നോക്കി വെക്കും. നമ്മളെ ചില ജഗതി, അതുപോലെ കൽപ്പന ചേച്ചി, അവരുടെയൊക്കെ ചില സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നിട്ട് രാത്രിയായിട്ട് അവിടെ ചെല്ലുമ്പോൾ അത് കക്കും എന്ന് പറഞ്ഞ മാതിരി പകല് മാന്യന്മാരായിട്ട് ജോലി തേടി അവിടെ ചെന്ന് അതുപോലുള്ള കാര്യങ്ങളൊക്കെ നോക്കി നല്ല അസൽ ജൂതന്മാരെയൊക്കെ കണ്ടുപിടിച്ച് ആ വീടുകളിലൊക്കെ ഒരു മാർക്കൊക്കെ ഇട്ട് പോയിട്ട് എന്നിട്ട് ഒക്ടോബർ 7 വന്ന് എല്ലാത്തിനെയും തുരുതുര വെടിവെച്ച് കൊന്നു. എവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകളുള്ളത്, എവിടെയാണ് ഏറ്റവും കൂടുതൽ കുട്ടികളുള്ളത് എന്നതൊക്കെ നോക്കി അവരെ പിടിച്ചുകൊണ്ട് പോകുന്നത്. നല്ല പെൺകുട്ടികൾ എവിടെയുള്ളത് നോക്കി അവരെ പിടിച്ചുകൊണ്ട് പോകുന്നു ഹോസ്റ്റേഴ്സ് ആയിട്ട്. ഇതെല്ലാം അവർ ചെയ്തത് ഈ അകത്തുനിന്നുള്ള ആളുകളുടെ ഹെൽപ്പോട് കൂടി തന്നെയാണ് എന്നത് റിപ്പോർട്ട് നിങ്ങൾക്ക് വായിക്കാം. മുക്കാൽ മീഡിയ വായിച്ചാൽ കിട്ടില്ല, അല്ലാതെയും വേറെ റിപ്പോർട്ട് വായിക്കണം. അത് നിങ്ങൾക്ക് വായിക്കാൻ സമ്മതം ഉണ്ടെങ്കിൽ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇതാണ് അവിടെ ചെയ്തത്. ഇൻറ്റേർണൽ ഹെൽപ്പ് അവിടെ ഉണ്ടായി. ആരാണ് ഇൻറ്റേർണൽ ഹെൽപ്പ് നടത്തിയത്? ഈ തന്ന കൈക്ക് ചോറ് തന്ന കൈക്ക് കൊത്തുക എന്നൊക്കെ പറയുന്ന പോലെ അവർ ചെയ്ത പണിയാണിത്. അവിടെയാണ് നമ്മൾ ചോദിച്ചു പോകുന്നത്, എങ്ങനെയാണ് ഒരു മുസ്ലിമിനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കഴിയുക എന്ന ചോദ്യം ബലപ്പെടുന്ന അവിടെയാണ്. നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് ഒരു ഗാസയിൽ ഇസ്രായേലിൽ സംഭവിക്കുന്ന വിഷയമല്ല. നമ്മുടെ നാട്ടിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ സുഹൃത്തിന് അടക്കമുണ്ടായിട്ടുള്ള വിഷയം. അതായത് ടാക്സി വിളിച്ചപ്പോൾ ടാക്സി ഡ്രൈവർ മുസ്ലിം രാത്രി പൈസ കൊടുക്കാൻ നേരമായപ്പോഴേക്കും ആണ് മനസ്സിലാവുന്നത് അയാൾ തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആസാദ് നൂറിന് ഉണ്ടായ സംഭവമാണ്. അങ്ങനെ അവസാനം ആ പൈസ കൊടുക്കാൻ നേരമായപ്പോഴേക്കും അവൻ ഇവനെ ആക്രമിക്കുന്നു. അവൻ ജീവനും കൊണ്ട് ഒരു വിധത്തിൽ രക്ഷപ്പെടുന്നു, ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നു. നമ്മളിവിടെ വീഡിയോ ചെയ്തതാണ്. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഒരു ടാക്സി ഡ്രൈവർ മുസ്ലിം ആണെങ്കിൽ ടാക്സി വേണ്ടാന്ന് വെക്കേണ്ട അവസ്ഥ ഇവിടെ എക്സ് മുസ്ലിംസിന് വന്നിരിക്കുന്നു. ഒരു മുസ്ലിമിനെ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുന്നു എന്ന് വരുമ്പോൾ ആരാണ് തീവ്രവാദി അല്ലാത്തത് എന്ന് നമുക്ക് പറയാൻ പറ്റാത്തൊരു ഗതികേട്. അപ്പോൾ ഇവിടെ ലോഡായിക്കൊണ്ടിരിക്കുന്നത് അത് എററല്ല, ഞാൻ മനഃപൂർവ്വം വെച്ചതാണ്, ആരും തെറ്റിദ്ധരിക്കേണ്ട. ഈ ചങ്ങാതിൻ്റെ കാറ്റും പോകാറായി, ഏതോ ഒരു മാളത്തിൽ ഒളിഞ്ഞിരിക്കുകയാണ്. അധികം വൈകാതെ ഇവൻ്റെ കാറ്റും പോകുമ്പോൾ നമ്മൾ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഒറ്റ ചോദ്യമാണ്, എവിടെയാണ് മോഡറേറ്റ് മുസ്ലിം എന്ന ചോദ്യം? ഈ സാധാരണ മുസ്ലിം എവിടെ? തീവ്രവാദി അല്ലാത്ത മുസ്ലിമിനെ നിങ്ങൾക്ക് എവിടെയാണ് കാണാൻ കഴിയുക എന്നുള്ള ചോദ്യം ഇവിടെ പ്രസക്തമാവുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്തു വെച്ചാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കുറേ പത്രങ്ങളുണ്ട്, ഇവിടെ മാധ്യമം ഉണ്ട്, നമുക്കറിയാം, നമ്മുടെ മുക്കാൽ മീഡിയ, അതുകൂടാതെ മനോരമ, മാതൃഭൂമി, അതുപോലെ ദേശാഭിമാനി ഒക്കെ, അങ്ങനെയുള്ള പല പല പത്രങ്ങളുണ്ട്. പിന്നെ ഇംഗ്ലീഷ് പത്രങ്ങളുണ്ട്. ഈ പത്രങ്ങളെല്ലാം നമ്മൾ കാണുന്ന ഏത് കണ്ണോടുകൂടിയാണ്? ഒറ്റ കണ്ണാണ്. ജനാധിപത്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട തൂണാണ് മീഡിയ, അതിൻ്റെ ഭാഗമാണ് ഈ മാധ്യമം എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്നു. ഈ മാധ്യമം അങ്ങനെ ചെയ്യുന്ന സമയത്ത്, ഞാൻ ഉദ്ദേശിച്ചത് മീഡിയ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിലൊരു ഉദ്ദേശമുണ്ട്. അത് ജനനന്മയ്ക്ക് വേണ്ടി നിൽക്കണം എന്നതാണ് അതിൻ്റെ അടിസ്ഥാനം. അത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തണം, അത് മതേതരത്വത്തെ അത് ശക്തിപ്പെടുത്തണം, നാഷണൽ ഇൻറ്റഗ്രിറ്റിയെ അത്
അത് ബലപ്പെടുത്തണം. ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശമായിട്ട് നമ്മൾ കാണുന്നത്. എന്നാൽ ഈ മാധ്യമങ്ങളിൽ എത്ര മാധ്യമങ്ങൾ ആ കൃത്യമായ ഉദ്ദേശം നടപ്പിലാക്കുന്നു? ഇത് നമ്മൾ അന്വേഷിച്ചാൽ അവിടെ ഒരു മാധ്യമത്തെ നമുക്ക് അവിടെ കറുത്ത പെയിൻറ്റ് അല്ലെങ്കിൽ അവിടെ വേറെ തന്നെ എടുത്ത് മാറ്റിയിട്ട് നമ്മൾ കാണേണ്ടി വരും. ആ മാധ്യമമാണ് നമ്മളുടെ ഈ മുക്കാൽ മീഡിയ എന്ന് പറയുന്ന മാധ്യമം. എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. ഇപ്പോൾ ഈ വിഷയം വന്നപ്പോൾ തന്നെ അതിൽ വന്നിരിക്കുന്ന വാർത്തകൾ അവർക്ക് തേനും പാലും ഒഴുകുകയാണ്. അയ്യോ, അവരുടെ ഏതോ ഒരു ഏതോ ഒരു മൂത്താപ്പ മരിച്ച മാതിരിയാണ് ഈ വാർത്തയൊക്കെ കേട്ട് കഴിഞ്ഞാൽ. ഇസ്മായിൽ ഹനിയയുടെ ഖബറടക്കം വെള്ളിയാഴ്ച ഖത്തറിൽ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് തേനും പാലും ഒഴുകുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, പണ്ട് ഇവിടെ ബിൻ ലാദൻ കൊല്ലപ്പെട്ട സമയത്ത് ഞാനൊരു വിശ്വാസിയായിരിക്കെ നമ്മളുടെ മഹല്ല് പള്ളിയിലാണ് ബിൻ ലാദന് വേണ്ടിയിട്ട് അവിടെ മയ്യത്ത് നിസ്കാരം ഉണ്ടെന്ന് പറയുന്നപ്പോൾ എനിക്ക് തോന്നി ഇതെന്ത് പരിപാടിയാണ്? ബിൻ ലാദൻ ഒരു തീവ്രവാദിയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അന്നത്തെ സെപ്റ്റംബർ 11 അതിൻ്റെ ആളാണ് എന്ന് നമ്മൾ പറയുന്നു. അയാൾ തീർന്നെങ്കിൽ നല്ലതല്ലേ? അയാൾക്ക് വേണ്ടി എന്തിനാ മയ്യത്ത് നിസ്കരിക്കണേ എന്നുള്ള ഒരു ചിന്തയാണ് അന്ന് എനിക്ക് വന്നത്. അതുകൂടാതെ നമുക്കറിയാം യാക്കൂബ് മേമന് വേണ്ടിയിട്ട് ഇവിടെ മയ്യത്ത് നിസ്കരിക്കുന്നു, അഫ്സൽ ഗുരുവിന് വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കരിക്കുന്നു. മയ്യത്ത് നിസ്കരിക്കുന്നവർ പോട്ടെ, ചില ആളുകൾ ഈ ലിബറലുകൾ എന്നൊക്കെ വിളിക്കുന്ന ചില അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇവർക്ക് വേണ്ടി ഒത്താശ പാടുന്നതായിട്ട് ആളുകളായിട്ട് മാറും. അഫ്സൽ ഗുരുവിന് ഒക്കെ വേണ്ടിയിട്ട് ചില അരുന്ധതി റോയോ അങ്ങനെ ചില ആളുകളൊക്കെ വന്നതൊക്കെ നിങ്ങൾക്കറിയാം. എന്തിനു വേണ്ടിയിട്ടാണ് ഇവരിതൊക്കെ ചെയ്യുന്നത് എന്ന് നമ്മളെപ്പോഴും ആലോചിച്ച് പോവുകയാണ്. ഈ തീവ്രവാദികളെ അവർ വഴിക്ക് വിട്ടൂടെ? ഇപ്പോൾ മഅദനി എന്തൊക്കെ ചെയ്തു കൂട്ടിയിട്ടുള്ള ആളാണ്. മഅദനിക്ക് വേണ്ടിയിട്ട് ഇവിടെ പൊരുതാൻ വേണ്ടി ഇറങ്ങിയത് ആരാണ്? ഇവിടുത്തെ ദേശാഭിമാനിയുടെ മുതലാളിമാരല്ലേ? അവരെന്താ ചെയ്തത്? നമ്മുടെ പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ എന്താ ചെയ്തത്? വേദി പങ്കിട്ടുകൊണ്ട് അയാൾക്ക് വേണ്ടി നിലകൊള്ളുന്നു. അയാൾ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഒന്നുമല്ലാതെയാക്കി മാറ്റുന്നു. ഇതല്ലേ അവിടെ സംഭവിച്ചത്? അപ്പോൾ തീവ്രവാദികളായിട്ട് കണ്ട് അവരെ പൊതുജനങ്ങളുടെ ഇടയിൽ സാമാന്യവൽക്കരിക്കുന്ന പരിപാടി അത് ചെയ്തുകൊണ്ടിരുന്നാൽ തീവ്രവാദത്തിന് വലിയ സ്വീകാര്യത ഉണ്ടാവുകയും അത് നമ്മുടെ നാട്ടിൽ വേര് ഊന്നുന്നതിന് പിന്നെ വലിയ തടസ്സമൊന്നും ഉണ്ടാവില്ല. ഇതാണ് നമ്മുടെ പ്രശ്നം. അവിടെ ജിഹാദിനെ ജിഹാദായിട്ട് കാണാൻ കഴിയണം. തീവ്രവാദികളായിട്ട് ജിഹാദികളായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയണം. എല്ലാ തീവ്രവാദം ജിഹാദാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പല ആശയങ്ങളുടെ പേരിലുള്ള തീവ്രവാദങ്ങളുണ്ട്. ഇസ്ലാമിൻ്റെ പേരിലുള്ള തീവ്രവാദത്തെയാണ് നമ്മൾ ഈ ജിഹാദ് എന്ന് തന്നെ വിളിക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് നമ്മളുടെ കമ്മ്യൂണിസ്റ്റ് തീവ്രവാദം എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഇപ്പോൾ മാവോയിസ്റ്റുകളൊക്കെ ചെയ്യുന്ന പോലെയുള്ള ചില കാര്യങ്ങൾ അത് കമ്മ്യൂണിസ്റ്റ് തീവ്രവാദമാണ്. അതിനെ നമ്മൾ ജിഹാദി തീവ്രവാദം എന്ന് വിളിക്കില്ല. ഇസ്ലാമിലെ ആശയങ്ങൾ എടുത്തു വെച്ച് അത് നടപ്പിലാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ, ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള തീവ്രവാദ പ്രവർത്തനം നടത്തുമ്പോൾ അതിനെ നമ്മൾ ജിഹാദ് എന്ന് വിളിക്കും. അത് അതിൻ്റെ പേര് തന്നെയാണ്. എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഈ ഹനിയ ചെയ്തു വെച്ച് ഇത്ര നേരം നമ്മൾ കണ്ട ആ കാര്യങ്ങൾ, ഒക്ടോബർ 7 അവിടെ ആ പെൺകുട്ടികളെയൊക്കെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ ആ ബലാത്സംഗം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കൂട്ടിക്കൊണ്ട് വരുന്ന ആ സമയത്ത് പോലും അത് കണ്ടിട്ട് പടച്ചോന് മൂട് പൊക്കി കാണിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അൽഫഹമ്മദില്ല എന്ന് പറഞ്ഞിട്ട് ആ ആള് മരിച്ചു വീണപ്പോൾ ആണ് ഇവിടെ പറയുന്നത് ഖബറടക്കം ഖത്തറിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനങ്ങ് വലിയ പോരിഷയങ്ങ് കൊടുക്കുകയാണ്. തീരുന്നില്ല. ഇസ്മായിൽ ഹനിയയുടെ രക്തസാക്ഷിത്വം വിമോചന പോരാട്ടങ്ങൾക്ക് ആവേശം പകരും ജമാഅത്തെ ഇസ്ലാമി. ഞാൻ ഇവിടെ എടുത്ത് പറയുകയാണ്, അധികം വൈകാതെ ഇന്ത്യയിൽ ഇനി നിരോധിക്കാൻ പോകുന്ന 2 സാധനങ്ങളുണ്ട്. ഒന്ന് ജമാഅത്തെ ഇസ്ലാമിയാണ്, 2 നമ്മുടെ ഈ മാധ്യമവും ആ കൂട്ടം സാമാനം തന്നെയാണ്. അവരുടെ മാധ്യമ പ്രവർത്തനമൊക്കെ മതി ഇനി ഇന്ത്യയിൽ എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് വരും. കാരണം എന്താണ്? ഈ പറയുന്ന അൽ ജസീറ എന്ന് പറയുന്നത് സംഗതി സൗദി അറേബ്യ എന്നും ഒരു ജനാധിപത്യ രാജ്യമാണ് എന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ സൗദി അറേബ്യയിലും നിരോധിക്കപ്പെട്ട ഒരു മാധ്യമമാണ് ഈ അൽ ജസീറ. അതുകൂടാതെ ഇസ്രായേൽ അവർ പിന്നെ സ്വാഭാവികമായിട്ട് നിരോധിക്കും അവരുടെ പ്രവർത്തനം. ഈ അടുത്താണ് അവരവിടെ കൺട്രോൾ ചെയ്തത്. അത് വേണ്ടാന്ന് പറഞ്ഞു. അൽ ജസീറ വേണ്ട. കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന മീഡിയ, മുക്കാൽ മീഡിയയുടെ സ്ഥിരം പരിപാടി അവരവിടെ ചെയ്തത് കയ്യോടെ പിടിക്കപ്പെടുകയാണ് എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന കാര്യമാണിത്. ജമാഅത്തെ ഇസ്ലാമി വലിയ ഒരു സാമൂഹ്യ നന്മയും അതല്ലെങ്കിൽ പ്ലാച്ചിമട അതുപോലെ ഗെയിൽ സമരം ഇതിലൊക്കെ അവർ മുന്നിട്ട് ഇറങ്ങി അതിൻ്റെയൊക്കെ വലിയ ആളുകളായിട്ട് നിന്ന് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിൽക്കുന്ന ആളുകളെന്ന് സ്വയം അവകാശപ്പെടുന്ന ആളുകളാണ് ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി. അവരിതിലെടുക്കുന്ന കാഴ്ച കണ്ട് ഒരു തീവ്രവാദി വിമോചന പോരാട്ടങ്ങൾക്ക് ആവേശം നൽകുന്നു. ഇതിൽ നമുക്ക് അത്ഭുതമൊന്നും പറയാനില്ല. കാരണം എന്താണ്? പണ്ട് നമ്മുടെ ലാദൻ കൊല്ലപ്പെട്ടപ്പോൾ എന്താണ് ജി സുധാകരൻ ഒരു കവിത എഴുതിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ലാദൻ നീയോ ഭീരുവോ എന്നൊക്കെ ചോദിച്ച് എന്താണ് അമേരിക്ക ഒബാമ ഒരു ഭീരു, ലാദൻ ഏതോ വലിയ സിംഹം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കവിത എഴുതിയത് നിങ്ങൾ കണ്ടു. ആ കവിത ഞാൻ ഒരു തവണ ഒന്ന് ഫേസ്ബുക്കിൽ ഇട്ടേനാണ് 6 മാസം എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് ബാൻ കിട്ടിയത്. അതോടുകൂടി ഫേസ്ബുക്കിൻ്റെ ആപ്പീസ് പൂട്ടി. ഇതാണ് സംഭവം. ഇനി ഇവർ മലയാളത്തിൽ എഴുതിയിട്ട് അവർക്ക് അരിശം തീരാഞ്ഞ് പിന്നെ എല്ലാ ഭാഷയിലും എഴുതിക്കൊണ്ടിരിക്കും. ഷഹീദ് ഇസ്മായിൽ ഹനിയ. ഓക്കെ, ഷഹീദ് എന്ന് പറയണം, കാരണം അപ്പോഴാണ് 72 ഹൂറി കിട്ടുക. ഹമാസ് ഫേസ് ഓഫ് ഡിപ്ലോമസി ഇൻ ദ അറബ് വേൾഡ്. ആ ഡിപ്ലോമസി എന്താണ്? അതായത് സമാധാന ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് ഇസ്രായേലിലേക്ക് ബോംബിട്ടു. ഇതാണ്
ഈ ഡിപ്ലോമസി എന്ന് പറയുന്നത്. അത് ഹിസ്ബുള്ളയെ കൊണ്ട് ഇടിയിക്കുന്നു. അവിടെ ആ ഫുട്ബോൾ ഗ്രൗണ്ടിൽ 10-12 കുട്ടികൾ കൊല്ലപ്പെട്ട് നിങ്ങളെ കണ്ടു. ഇതാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എന്നിട്ടാണ് ഇതിനെ ഡിപ്ലോമസി എന്ന് വിളിക്കുന്നത് കേട്ടോ. അടിപൊളി ഡിപ്ലോമസിയാണ്. ഇത് തന്നെയാണ് മുഹമ്മദ് നബി ചെയ്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് പറയാതെ നിവൃത്തിയില്ല. ഇനി ഇത് മാധ്യമം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പുരോഗമനം പറഞ്ഞു നടക്കുന്നത് മറ്റു ചില മാധ്യമങ്ങൾ, ഡൂൾ ന്യൂസ്, അവർ പലപ്പോഴും വലിയ പുരോഗമനമൊക്കെ പറയുന്ന ആളുകളാണ്. അവരും അങ്ങനെ ഈ മണ്ണിൽ കയറിയാണ് ഞങ്ങളുടെ അതിഥിയെ കൊലപ്പെടുത്തിയത്, ഹനിയുടെ മരണത്തിൽ പ്രതികാരം വീട്ടുമെന്ന് ഇറാൻ എന്നൊക്കെ പറഞ്ഞ് ഇതിനെ അങ്ങ് പൊലിപ്പിക്കുകയാണ്. ഒരു കൂട്ടം മാധ്യമങ്ങൾ ചെയ്തു വെക്കുന്ന കാര്യമാണ്. ഇതെല്ലാം ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരാൻ പോകുന്നത്. ഹമാസ് രാഷ്ട്രീയ തലവൻ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടു. ഹമാസ് തീവ്രവാദി തലവനാണത്. അതിനെയാണ് രാഷ്ട്രീയ തലവൻ എന്നുള്ള ഒരു വിശേഷണമൊക്കെ കൊടുത്ത് അതിനെ അങ്ങ് മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, ഇനി അതുകൂടാതെ എന്നിട്ടും മതിയായിട്ടില്ല. അവിടെ മീഡിയ വൺ പിന്നെ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്, പേന ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. അടുത്തത് അതിജീവിച്ചത് നിരവധി വധശ്രമങ്ങൾ, നയതന്ത്രജ്ഞതയും പോരാട്ടവും നിറഞ്ഞ് ഇസ്മായിൽ ഹനിയയുടെ ജീവിതം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് വെച്ച് കാച്ചുകയാണ്. ഇവരുടെ ഒരു പുസ്തകം ഈ അടുത്ത് ഇറങ്ങിയിരുന്നു. എന്താണ്, നമ്മളുടെ സിൻവർ എഴുതിയൊരു പുസ്തകം. ആ പുസ്തകം അത് ഇതുപോലെ വായിച്ച് അതിൻ്റെ ഒരു അവലോകനം എഴുതി കൊടുക്കാൻ ഒരവസരം കിട്ടിയിരുന്നു. അപ്പോൾ അത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, പച്ചനുണ കഥ എന്ന് പറയുന്ന ഒരു നോവൽ എന്ന് പറയുന്ന സാധനത്തിൻ്റെ പേരിൽ തൻ്റെ അനുഭവവും അതിനോടൊപ്പം ഫിക്ഷ്യസ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളും കൂടി ചേർത്ത് വെച്ചിട്ട് ഏതാണ് യാഥാർത്ഥ്യം ഏതാണ് ഫിക്റ്റീഷ്യസ് ആയിട്ടുള്ളത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ അതിനെ കൂട്ടിക്കുഴച്ചിട്ട് ഒരു സാധനം എഴുതി ആളുകളുടെ മുന്നിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് വായിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഗാസ, ഇതാണ് പാലസ്തീനിയൻസിൻ്റെ പ്രോബ്ലം എന്ന് അവർക്ക് തോന്നിപ്പിക്കുമാർ അത് എഴുതി വെച്ചൊരു പുസ്തകം. ഇതാണ് ആ സാധനം. എത്രമാത്രം അപകടമാണെന്നൊന്ന് ആലോചിച്ച് നോക്കും. ഇതാണ് അവിടെ കണ്ടത് എന്ന് പറഞ്ഞ മാതിരി ഇവർ പൊലിപ്പിച്ച് എഴുതി വിടുകയാണ്. ഇനി ഇതൊക്കെ പോട്ടെ, ഇതിപ്പോൾ മീഡിയ വൺ ആണ് ചെയ്തത് എന്ന് നമ്മൾ പറയുന്നു. ഇനി ആളുകൾ എന്താ ചെയ്യുന്നത്? ഞാൻ നമ്മുടെയൊക്കെ കമൻറ്റ് സെക്ഷനിൽ നിരന്തരം വന്നിട്ട് സംസാരിക്കാറുള്ള നമ്മളൊക്കെ ആയിട്ട് ഇടപഴകുന്ന ഒരാളാണ് സമദ് പയ്യോളി. പലപ്പോഴും കാണാറുണ്ട്. പുള്ളിയുടെ പ്രൊഫൈൽ പിക്ചർ രാഹുൽ ഗാന്ധിയുടെയാണ്. ഓക്കെ, പുള്ളി എഴുതിയ സാധനമാണ്, അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ വധിക്കപ്പെട്ടവർ മരിച്ചു പോയവരാണെന്ന് കരുതരുത്, സത്യത്തിൽ അവർ തങ്ങളുടെ നാഥൻ്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്, അവർക്ക് ജീവിത വിഭവം നിർലോഭം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിനും പിന്നെ ഖുർആനിലായത്തുള്ളതുകൊണ്ട് പിന്നെ നമുക്ക് സമാധാനമാണ് കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞെന്ന് പറയണ്ടല്ലോ, അവർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അതുകൂടാതെ വേറെ എഴുതിയിട്ടുണ്ട്. എന്തായാലും ഇതുപോലെയുള്ള നൂറുകണക്കിന് കമൻറ്റുകൾ ഇട്ടിട്ട് വിശ്വാസികൾ അവിടെ അങ്ങ് മെഴുകുകയാണ്. എന്നുവെച്ചാൽ ഹനിയ മരിച്ചപ്പോൾ ഒരു തീവ്രവാദി മരിച്ചു എന്ന് പറയാൻ ഇവർക്ക് സാധിക്കുന്നില്ല. ഹമാസ് എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടനയാണെന്ന് പറയാൻ ഇവർക്ക് സാധിക്കുന്നില്ല. അവരുടെ മൂത്താപ്പ മരിച്ചപ്പോൾ ഒരു വിഷമമായിട്ടാണ് അവരവിടെ ഇരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കുക, ഈ കൂട്ടം ആളുകൾ, ഈ കാക്കാമാർ തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളും തള്ളിക്കളയുന്ന ഗോഡ്സെ, ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളും തള്ളിക്കളയുന്ന ഇവിടുത്തെ സാധ്വി പ്രാച്ചി പോലെയൊക്കെയുള്ള ആളുകൾ. ഇവരെന്തോ പോക്കിരിത്തരം ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ഇവിടുത്തെ മൊത്തം ഹിന്ദുക്കളുടെ തലയിലേക്ക് ഇട്ടിട്ട് ഇവിടെ കിടന്ന് മെഴുകുന്നത്. എന്നിട്ട് ഇവരിൽ ഈ പറഞ്ഞ ആളുകൾ അവർ ചെയ്തു വെക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു കോളിങ്ങിൽ ഒരാൾ ചോദിച്ചു, എന്താണ് 7% ആളുകൾ മാത്രമാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളുള്ളൂ, തീവ്രവാദികൾ മുസ്ലിങ്ങളുടെ ഇടയിൽ, ബാക്കി മുഴുവൻ സമാധാനപ്രിയരാണെന്നാണ് പറയുന്നത്. ഒരു 100 കോടി മുസ്ലിങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് 7% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സംഖ്യ തന്നെയാണ് എന്നും കൂടിയാണ് നമുക്കിവിടെ മനസ്സിലാക്കേണ്ടി വരുന്നത്. അത് ചെറിയ സംഖ്യയല്ല, അത് 1% ആണെങ്കിലും വലിയ പ്രശ്നമായി മാറുന്നു എന്നത് തന്നെയാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇതിൽ ഈ 1% ആണ് എന്നുണ്ടെങ്കിൽ പോലും അത് ആരാണ് ആ 1%? പണ്ട് ഒരു ക്ലബ് ഹൗസ് ചർച്ചയിൽ നമ്മൾ പറഞ്ഞു 10% മുസ്ലിങ്ങൾ അവരാണ് തീവ്രവാദികൾ, 20%-നടുത്ത് 15 മുതൽ 20% വരെ തീവ്രവാദികൾ, ബാക്കിയൊക്കെ സമാധാനപ്രിയരാണെന്ന് ഇങ്ങനെ റാൻഡമായിട്ട് നമ്മളൊരു നമ്പർ പറഞ്ഞു. അപ്പോൾ അവിടെ വലിയ പ്രശ്നമായി. അയ്യോ അതെങ്ങനെയാണ് അങ്ങനെ പറയുന്നത്, എവിടെ തെളിവ് എന്നൊക്കെ ചോദിച്ചു. അത് തെറ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓക്കെ തെറ്റ്, എന്നാൽ നിങ്ങൾ പറ എത്ര ശതമാനം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ കുടുങ്ങി. അല്ലെങ്കിൽ വേണ്ട, തൽക്കാലം നിങ്ങൾ പറഞ്ഞ മാതിരി 10% ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ചർച്ച അവിടെ അവസാനിപ്പിക്കേണ്ടി വന്നു. അതായത് ആർക്കും നിഷേധിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. മുസ്ലിങ്ങൾ അതൊരു 100%-ലെ കണക്ക് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ചുരുങ്ങിയത് 10% തീവ്രവാദികളാണ്. ബാക്കിയുള്ള ആളുകളിൽ ഒരു ബഹുഭൂരിപക്ഷം ആളുകളും ഇതിനോട് ആഭിമുഖ്യം ചെലുത്തുന്ന ആളുകളുമാണ് എന്ന് വരുന്നിടത്താണ് ഇതിൻ്റെ ഭീകരത അവിടെ കിടക്കുന്നത്. ഈ ട്രാൻസിഷൻ ഫേസിലുള്ള ആളുകളാണ്. ഇത് വലിയ പ്രശ്നം തന്നെയാണത്. ഇനി നിങ്ങൾ ആലോചിക്കൂ, ഈ മാധ്യമം ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഇത് 96-ൽ അവിടെ താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ച സമയത്ത് അവർ ആദ്യം എഴുതി വിസ്മയം പോലെ താലിബാൻ പട. പിന്നെ 2021-ൽ അവർ അധിനിവേശം ഒഴിഞ്ഞു സ്വതന്ത്ര അഫ്ഗാൻ എന്ന് പറഞ്ഞിട്ട് അവർ വേറൊരു വാർത്ത കൊടുത്തത്. ഞാൻ അത് മുഴുവൻ കാണിക്കുന്നില്ല, ഇത് ഓർമ്മയുണ്ടാവും, ജസ്റ്റ് കാണിക്കാൻ വേണ്ടി. ഇത്ര മതിയല്ലോ, ഇതൊന്നും വേറെ ആരും എഴുതാൻ പോകുന്നില്ലല്ലോ. അതാണ് നിങ്ങൾ ഓർക്കേണ്ടത്. അപ്പോൾ ഇത് ഇന്നലെയോ തുടങ്ങിയതല്ല. ഇത് മാത്രമല്ല, പണ്ട് നമ്മളുടെ ബംഗ്ലാദേശിൽ വലിയൊരു കൂട്ടക്കൊല അവിടെയുള്ള ആളുകൾക്ക് നേരെ നടന്നു, ഹിന്ദുക്കൾക്ക് നേരെ. അവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ നടന്ന കൂട്ടക്കൊല.
ആയിരക്കണക്കിന് ആളുകളാണ് അന്ന് അവിടെ കൊല്ലപ്പെട്ടത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് അവിടെ വന്ന ഗവൺമെൻറ് ഈ ജമാഅത്തെ ഇസ്ലാമി അവിടെ നിരോധിക്കുകയും അതിൽ കുറേ ആളുകളെ തൂക്കിക്കൊല്ലുകയൊക്കെ ചെയ്തപ്പോൾ അവർക്ക് അനുകൂലമായിട്ട് ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇവിടെ പ്രക്ഷോഭം നയിക്കുകയും അതിനുവേണ്ടി ഇവിടെ പത്രത്തിൽ എഴുതുകയും ചെയ്ത ടീമാണ് ഇതേ മാധ്യമം. എന്ന് വെച്ചാൽ ആളുകളെ, ഹിന്ദുക്കളെ കൊന്നു തള്ളുന്നത് പോലും ഇവർക്ക് അന്ന് പ്രശ്നമല്ലായിരുന്നു. അന്നും ആ കൊന്നു തള്ളിയ ആളുകളോടൊപ്പം തന്നെയായിരുന്നു ഇവരുടെ മനസ്സുണ്ടായിരുന്നത്. അപ്പോൾ ഇവരുടെ പ്രശ്നം എന്താണ്? ദീൻ മാത്രമാണ് പ്രശ്നം. മനുഷ്യർ കൊല്ലപ്പെടുന്നതോ മനുഷ്യരില്ലാതെയാകുന്നതോ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളല്ല. ഈ ഗാസയിലെ കുട്ടികൾ ചാവുന്നില്ല എന്നൊക്കെയുള്ള ചോദ്യം കപട ചോദ്യം തന്നെയാണ്. അതിലൊന്നും ഒരു കണയുമില്ല എന്ന് നമ്മൾ പറയേണ്ടി വരുന്നു. കാരണം എന്താണ്? ഒരു ആത്മാർത്ഥതയും ഇല്ലാത്ത ചോദ്യമാണ്. ആത്മാർത്ഥതയുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? തീവ്രവാദികളെന്ന് വിളിച്ച് ഈ പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവുന്നില്ല. നിങ്ങൾ ചെയ്തു വെക്കുന്നത് മുഴുവൻ ഇതുപോലെയുള്ള തീവ്രവാദികൾക്ക് വളം വെച്ച് കൊടുക്കുന്ന പരിപാടികളാണ്. നിങ്ങളെ ചൂണ്ടിക്കാണിക്കും, അയ്യോ ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങൾ ഇസ്ലാമോഫോബിയ നേരിടുകയാണ്, ഞങ്ങളെ വെറുതെ ക്രൂശിക്കരുത് എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് ഇനി മുതൽ ഇവിടെ ഞാൻ പറയുകയാണ്, എന്തായാലും ആ വീഡിയോ നല്ല റെക്കോർഡ് ചെയ്തുകൊണ്ട് ഞാൻ എന്തായാലും അത് അവിടെ ഇടും. കാരണം എന്താണ്? മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമും മുസ്ലിമും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, അതൊക്കെ ഒന്ന് തന്നെയാണ്. പക്ഷേ പൊതുജനം അത് തിരിച്ചറിയാനൊന്ന് ശ്രമിച്ചാൽ, ആരെയാണ് പിൻ പോയിൻ്റ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ, അതിന് സാധിച്ചാൽ അത് കുറേയും കൂടി ഉപകാരപ്പെടുന്നുള്ളതുകൊണ്ട് ഞാൻ ആ വീഡിയോ എന്തായാലും നാളെ എങ്ങാനും റിലീസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എന്നാലും ഈ വിഷയം നമ്മൾ കരുതലോടെ ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. ഇവിടുത്തെ മുസ്ലിങ്ങൾ ആരാണ് തീവ്രവാദി എന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ നിലവിലുണ്ട്. അതിന് വഴിവെക്കുന്നത് ഇവിടുത്തെ മാധ്യമങ്ങൾ, അതിൽ പ്രധാനം ഈ മുക്കാൽ മീഡിയ തന്നെയാണ്. അതിൽ പുരോഗമനം പറഞ്ഞു നടക്കുന്ന ചില മീഡിയ അവരും ഇതിനു വേണ്ടിയിട്ട് ഇപ്പോൾ കോപ്പ് കൂട്ടുന്നു. നേരത്തെ നമ്മൾ കണ്ട പോലെയുള്ള ചില മീഡിയ അവർ പുരോഗമനക്കാരാണ്, അവർ സത്യം പറയുന്ന ആളുകളാണ് എന്നൊക്കെയുള്ളൊരു തോന്നലുണ്ടാക്കിക്കൊണ്ട് അവരും വെള്ള പൂശുന്നത് ഇതേ തീവ്രവാദ ആശയങ്ങളെയും അതുപോലെയുള്ള വ്യക്തികളെയും തന്നെയാണെന്ന് വരുമ്പോൾ അത് വലിയ ദോഷം തന്നെയാണ് സമൂഹത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ കാര്യങ്ങൾ ഇവിടുത്തെ ദേശ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം തന്നെ ആയതുകൊണ്ട് അത് അവർ മോണിറ്റർ ചെയ്യും. NIA പോലെയുള്ള ആളുകൾ അത് മോണിറ്റർ ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇല്ലെങ്കിൽ അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് നിങ്ങളും അത് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു വെക്കുക. എന്നാൽ ആവുന്ന കാര്യങ്ങൾ നമ്മളും ചെയ്യാം. അങ്ങനെ ചെയ്ത് അവരത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഞാൻ പറയുന്നു, ഈ മീഡിയ 1 അത് നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല. മാധ്യമം എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാവാൻ പാടില്ല. ഇന്ന് കേരളത്തിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളുടെ ജീവിതം അപകടത്തിലാക്കുന്ന നമ്പർ 1 മീഡിയയാണ് ഇവിടുത്തെ മാധ്യമം. ആ മാധ്യമം അടച്ചുപൂട്ടേണ്ട സമയമായിട്ടുണ്ട്. ഞാൻ ഈ മാധ്യമങ്ങൾക്കെതിരെ പറയുക എന്ന് പറയുന്നത് അതെന്തുകൊണ്ട് അത് ജനാധിപത്യത്തിൻ്റെ തൂണാണെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ഇവിടെ തീവ്രവാദം എന്ന് പറയുന്ന ഒരു വിഷയത്തെ വെള്ളപൂശി മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ സാധിക്കേണ്ട ഓരോ അവസരത്തെയും അതിൽ വെള്ളം ചേർത്ത് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല അവരെ അതിൽ കൊണ്ടെത്തിക്കുന്ന പണി കൂടിയാണ് ഇവിടെ ഈ മാധ്യമം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ മാധ്യമധർമ്മം എന്ന് പറയുന്നതിൽ എന്താണോ എഴുതി വെച്ചിരിക്കുന്നത് അതിൻ്റെ നേർവിപരീതം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാധ്യമമാണ് ഈ പറയുന്ന മീഡിയ 1 കൂട്ടം. നമ്മളെ മാധ്യമം എന്ന് പറയുന്ന മാധ്യമം, അവരുടെ പേരൊരു ഒലക്കമില്ല പേര്. കാരണം ഇത് മീഡിയ എന്ന് പറഞ്ഞാലല്ല ഇത് ശരിയാവുള്ളൂ. ഈ മാധ്യമം എന്ന് തന്നെ ആയിപ്പോയെന്നുള്ള കുഴപ്പമാണ്. എന്തായാലും ഈ മുക്കാൽ മീഡിയ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായിരിക്കും എളുപ്പം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇന്ത്യയുടെ എക്സിസ്റ്റൻസിന് തന്നെ ചോദ്യം അവിടെ ഒരു സംശയത്തിൻ്റെ മുനയിലെത്തിക്കുന്ന അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അതിനെ കുഴപ്പത്തിലാക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഈ മുക്കാൽ മീഡിയ അതിനെ ഇവിടെ നിരോധിക്കേണ്ട സമയം ആയിട്ടുണ്ട് എന്ന് ഞാനിവിടെ തറപ്പിച്ച് പറയുന്നു. അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം ചില്ലറയല്ല. ഇതുപോലെയുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങളെ വെള്ളപൂശിക്കൊണ്ട് അതിലെ ഗൗരവം മനസ്സിലാക്കുന്നതിന് മുസ്ലിങ്ങളെ തടയുന്ന പരിപാടിയാണ് ഈ മാധ്യമം, ഈ പറയുന്ന മുക്കാൽ മീഡിയ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഒന്ന് അവസാനമായിട്ട് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഈ ഒക്ടോബർ 7 പിടിച്ചുകൊണ്ടുപോകപ്പെട്ട ആ ഹോസ്റ്റേഴ്സായിട്ട് ഇന്നും അവിടെ ജീവിക്കുന്ന നരകിക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് തിരിച്ചു വന്ന് യുദ്ധത്തിന് അവസാനമുണ്ടായിട്ട് ഇരു വിഭാഗങ്ങളായിട്ടുള്ള സിവിലിയൻസ് നേരിടുന്ന ആ ദുരിതങ്ങൾ എത്രയും പെട്ടെന്ന് ഗാസയിലുള്ളതും അതുപോലെ തന്നെ ഇസ്രായേലുള്ളതും ആയിട്ടുള്ള ആളുകളുടെ ദുരിതങ്ങൾ എത്രയും പെട്ടെന്ന് അവസാനിച്ച് ആളുകൾ നോർമലൈസ് ചെയ്ത് ആ സ്വന്തം ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകുന്നൊരു ഘട്ടം എത്രയും പെട്ടെന്ന് സംജാതമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്കും നമ്മളുടെ ഈ ഹനിയെ പോലെ എത്രയും പെട്ടെന്ന് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊണ്ട് നടക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് ഹൂറികളുടെ അടുത്തേക്ക് എത്താൻ അവർക്ക് സാധിക്കട്ടെ. അവരുടെ ആ ഒടിയാത്ത ലിംഗം അവർക്ക് എത്രയും പെട്ടെന്ന് കിട്ടട്ടെ. അവരുടെ ആ വാഗ്ദത്തം ഭൂമി എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ വാഗ്ദത്ത ഹൂറികൾ അവർക്ക് എത്രയും പെട്ടെന്ന് ലഭിക്കുമാറാകട്ടെ എന്നും കൂടി പ്രാർത്ഥിച്ചുകൊണ്ട്, ഖുർആൻ ഏതായാലും സത്യമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ദണ്ണമുണ്ട്. ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഒരു കൈ നോക്കാമായിരുന്നു. എന്തായാലും ഇപ്പോൾ പറ്റിപ്പോയി. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് തിരിച്ചു പോയ അയ്യൂബ് മൗലവിയുടെ അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് അത് പേടിച്ചിട്ട് ഞാൻ തിരിച്ചു പോകാത്ത, അല്ലെങ്കിൽ ഒരു കൈ നോക്കാമായിരുന്നു. അപ്പോൾ
എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. പണ്ട് ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്ന്, പണ്ട് നമ്മളൊരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. നമ്മൾ റയീസി, ഇറാനിയൻ പ്രസിഡന്റ് മാസാമീനിയെ കൊന്നു തള്ളിയ നമ്മളുടെ റയീസി എന്ന് പറയുന്ന ഇറാനിയൻ പ്രസിഡന്റ് കൊല്ലപ്പെട്ടപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതിലിങ്ങനെ ഒരു തംബ്നെയിൽ ഇട്ടുണ്ടായിരുന്നു. അത് വലിയ പ്രശ്നമായി. ഹൂറികൾക്ക് ജട്ടി ഇട്ടു ഇതുപോലെ നിർത്തിയത്. അന്നും ഞാൻ പറഞ്ഞ തന്നെയാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്. ഇതെല്ലാം ഇസ്ലാമിലുള്ളതാണ്. പിന്നെ ചില ചിത്രങ്ങൾ വെക്കുമ്പോൾ പ്രശ്നമുള്ളതുകൊണ്ട് എനിക്ക് അതേപോലെ വെക്കാൻ കഴിയില്ല. അതുകൊണ്ട് എൻ്റെ മാന്യതയ്ക്കാണ് ഞാൻ ഇത്തിരി ജട്ടിയും ഒരു ഹിജാബൊക്കെ ഇട്ട് കൊടുത്തത്. സത്യത്തിൽ അവരതൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്താലാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കിട്ടുള്ളൂ എന്നാണ് ഇസ്ലാം പഠിപ്പിച്ച് വെക്കുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ ഈ ലോകം ഒരു നരകമാക്കി നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സ്വർഗ്ഗത്തിലെത്താം എന്നതാണ് ഇസ്ലാമിൻ്റെ ഒരു അധ്യാപനം. ആ ഇസ്ലാമിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കുക. സ്റ്റേ അവേ ഫ്രം ഇസ്ലാം എന്ന് നമ്മൾ പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. മുസ്ലിങ്ങൾ ഇത്തരം വിഷയങ്ങളിൽ കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഈ മുക്കാൽ മീഡിയയുടെ ആ ഒരു വലയിൽ, ആ ട്രാപ്പിൽപ്പെട്ട് നിങ്ങൾ വീണുപോയി. നിങ്ങൾ സ്വയം ഈ മോഡറേറ്റ് മുസ്ലിം ഏതാണ് തീവ്രവാദി മുസ്ലിം എന്ന ചോദ്യം നിങ്ങൾക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത രീതിയിലേക്ക് നിങ്ങൾ മാറുമ്പോൾ തിരിച്ചറിയാൻ ശ്രമിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നാട്ടുകാർ നിങ്ങളെ വിശ്വസിക്കില്ല, മുസ്ലിങ്ങളെ അകറ്റും, മുസ്ലിങ്ങളെ തീവ്രവാദികളെന്ന് അവർ വിളിക്കും. ആ വിളിക്കുന്ന സമയത്ത് അതിൽ നിങ്ങൾ പെടും. അതാണ് ഉണ്ടാവാൻ പോകുന്നത്. അതിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നിങ്ങൾ പിന്നെ നിലവിളിയായിരിക്കും. അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഇരവാദം അന്ന് ചിലവാകില്ല എന്നും കൂടി അവസാനമായിട്ട് ഞാനൊന്ന് പറഞ്ഞ് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മളുടെ നാട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വിഷയത്തിൻ്റെ ആ ഒരു വിഷമം നിങ്ങളായിട്ട് ഒന്നുകൂടി ഒന്ന് പങ്കുവെച്ചുകൊണ്ട് തൽക്കാലം നാളെ നമുക്കതുമായിട്ടുള്ള ചില കാര്യങ്ങൾ, അതായത് പ്രത്യേകിച്ച് ഈ വിഷയമുണ്ടായിട്ട് യുക്തിവാദികളൊന്നും ഒന്നും പറഞ്ഞില്ല, ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ചില ആളുകളുടെ പോസ്റ്റ് നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് പരിശോധിക്കണം. എങ്ങനെയാണ് ഈ വിശ്വാസികൾ ഈ ദുരന്തങ്ങളെ കാണിച്ചുകൊണ്ട് അവരുടെ മതങ്ങളെ വിറ്റഴിച്ചിരുന്നത്? എങ്ങനെയാണ് മതങ്ങൾ, ദൈവങ്ങൾ, ഈ പറയുന്ന സാമാനങ്ങളെയൊക്കെ ഈ ദുരന്തങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിറ്റഴിച്ചിരുന്നത് എന്ന് നമുക്ക് നാളെ ഒന്ന് പരിശോധിക്കാം. അത് പരിശോധിക്കാനുള്ളൊരവസരം ഇന്ന് അവർ തന്നെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നാളെ നമുക്ക് ചെയ്യാം. തൽക്കാലം ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് നൈറ്റ്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.